Hi everyone. Once again, welcome back to Educator Learning. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മകളെ നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വൺ ഷോട്ട് സീരീസിന്റെ ക്ലാസ്സുകൾ പ്രോപ്പർ ആയിട്ട് എല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒന്ന് രണ്ട് ചെറിയ മീറ്റിങ്ങുകളും അതേപോലെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേറെ കുറച്ച് പ്രശ്നങ്ങളിലൂടെ, പ്രശ്നമൊന്നുമല്ല, പക്ഷെ ഒരു സ്ഥാപനം റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഫേസ് ചെയ്യേണ്ടതായ ചില ചലഞ്ചസുകൾ നമ്മുടെ ലൈഫിലേക്ക് എത്തും. അപ്പൊ അതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന്റെ തിരക്കിൽ സത്യം പറഞ്ഞാല് വീഡിയോസ് നമുക്ക് കറന്റ്ലി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ, പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞ ഒരു 1 വീക്ക് എടുത്താൽ പറ്റിയിട്ടില്ല. അപ്പൊ അതിനെല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ എന്നോട് പേഴ്സണലി ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ ലൈഫിലും വേറെ കുറച്ച് തിരക്കുകളിലേക്ക് പോകേണ്ടി വന്നിരുന്നു, അത് മറ്റൊരു കാരണം. സോ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഇപ്പൊ പ്ലാൻ ചെയ്ത പോലെ തന്നെ ക്ലാസ്സസ് പോകുന്നതായിരിക്കും. സോ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വൺ ഷോട്ട് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക്കായ വെക്ടേഴ്സും അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുന്ന റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ എന്ന് പറയുമ്പോൾ റെയിൻമാൻ, റിവർ ബോട്ട് പ്രോബ്ലത്തിന്റെ കോൺസെപ്റ്റ് ആണ്. ആക്ച്വലി ഈ ഏരിയയിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കാണാറില്ല. പക്ഷെ വെക്ടർ പഠിക്കാതെ നമുക്ക് വേറെ പല ചാപ്റ്ററിലേക്കും പോകാൻ പറ്റില്ല. മാത്രമല്ല ഈ റിവർ ബോട്ട് പ്രോബ്ലം അല്ലെങ്കിൽ റെയിൻമാൻ പ്രോബ്ലത്തിന്റെ കോൺസെപ്റ്റ് ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുമില്ല. സോ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനിലൂടെ നമുക്ക് മാക്സിമം കണ്ടന്റ്, കോൺസെപ്റ്റ് ഇതിൽ നിന്ന് ക്ലിയർ ആക്കി വേണം പോകാൻ. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ സ്കെലാർ എന്നും വെക്ടർ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു സ്കെലാർ എന്നും അതുപോലെ എന്താണ് ഒരു വെക്ടർ എന്നും ഒക്കെ നിങ്ങൾക്കറിയാം. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. സ്കെലാർ ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളെന്നും വെക്ടർ ആകുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെന്നും ഇതിന്റെ എക്സാമ്പിൾ ടൈമും ടെമ്പറേച്ചറും ആണെന്നും ഇതിന്റെ എക്സാമ്പിൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി ഒക്കെ ആണെന്നുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കുക. ഒരു വെക്ടർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് യൂണിറ്റ് വെക്ടർ. ആക്ച്വലി മനസ്സിലാക്കുക, ഒരു പർട്ടിക്കുലർ വെക്ടറിന്റെ ഡയറക്ഷൻ കാണിച്ചു തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളെ യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കാം. അതായത് വലിയ വെക്ടർ അച്ഛനാണെങ്കിൽ ചെറിയ വെക്ടർ മകനാണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യുക. വലിയ വെക്ടർ അച്ഛനാണെങ്കിൽ ചെറിയ വെക്ടർ മകനാണ്. ഈ മകനാണ് ഈ ഡയറക്ഷൻ കാണിച്ചു തരുന്നത്. അപ്പൊ ചോദിക്കുക, അച്ഛന്റെ ഡയറക്ഷൻ മകനാണോ കാണിച്ചു തരുന്നത്? അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ഫാമിലിനെ അല്ലെങ്കിൽ എന്റെ അച്ഛനെ അമ്മേനെ നോക്കുന്ന ആള് ഞാനാണ്. ഞാൻ നന്നായി നോക്കിയാൽ അവരുടെ ലൈഫ് നന്നായി പോകും. ഞാൻ നോക്കിയില്ലെങ്കിൽ അവരുടെ ലൈഫ് മോശമാകും എന്നല്ല, പക്ഷെ അവർക്ക് വിഷമം ഉണ്ടാവും. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ മീ ആണ് എന്റെ ഫാമിലിയുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന പോലെ വെക്ടർ എയുടെ ഡയറക്ഷനെ നമുക്ക് കാണിച്ചു തരുന്ന ആളാരാണ്? യൂണിറ്റ് വെക്ടർ ആണ്. അതിനൊരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഞാൻ പറഞ്ഞു തരാം. ദയവ് ചെയ്ത് എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഞാനൊരു വെക്ടർ കൺസിഡർ ചെയ്യുവാണ്. ഇതാണ് വെക്ടർ എ എന്ന് വിചാരിക്കുക. ഇതാണ് വെക്ടർ എ. ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്. സപ്പോസ് ഈ വെക്ടർ എന്ന് പറയുന്നത് ഒരു 5 യൂണിറ്റ് ആണെന്ന് നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്യുക. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഞാൻ പറയുന്നത്. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇവനെ 5 ഡിഫറന്റ് കഷ്ണങ്ങളാക്കി ഞാൻ ഇങ്ങനെ മുറിക്കുവാണ്. 1, 2, 3, 4, 5. അപ്പൊ ഇങ്ങനത്തെ 5 പീസുകൾ ചേർന്ന 5 ചെറിയ യൂണിറ്റുകൾ ചേർന്നാണ് ഈ വലിയ വെക്ടർ. മനസ്സിലായോ? അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇപ്പൊ ഇതില് ഈ കാണുന്ന ഒരു ആളെ കണ്ടോ? ഈ ഒരു യൂണിറ്റിനെ കണ്ടോ? ഇതെത്രയാണ്? ഇത് 1 യൂണിറ്റ് ആണ്. ഇത് എത്രയാണ്? ഇത് 1 യൂണിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാണുന്ന ഇതാണ് നമ്മുടെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ്. ഈ 5 യൂണിറ്റ് ആണ് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എങ്കിൽ ഈ കാണുന്ന 1 യൂണിറ്റ് ആണ് എ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ? ക്ലിയർ? ഇനി വെക്ടർ എയുടെ ഡയറക്ഷൻ ശ്രദ്ധിച്ചിരിക്കണം. വെക്ടർ എയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ വെക്ടർ എയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അത് എങ്ങോട്ടാ? യൂണിറ്റ് വെക്ടർ ആയ എ ക്യാപ്പ് എങ്ങോട്ടാണോ കിടക്കുന്നത് ആ ഡയറക്ഷനിലോട്ടാണ്.
യൂണിറ്റ് വെക്ടർ എങ്ങോട്ടാണോ കിടക്കുന്നത് ആ ഡയറക്ഷനിലേക്കാണ് വെക്ടർ കിടക്കുന്നത്. ഒരു വെക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്. യൂണിറ്റ് വെക്ടറുടെ ഇക്വേഷൻ ഒക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. യൂണിറ്റ് വെക്ടർ കാണാൻ ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഒരു വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, നമുക്കറിയാം വെക്ടറിന് എന്തൊക്കെയുണ്ട്? വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതേപോലെ എന്തുകൊണ്ട് ഒരു വെക്ടറിന് ഡയറക്ഷനും ഉണ്ട്. ഒരു വെക്ടറിന് എന്തൊക്കെയുണ്ട്? വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, വെക്ടറിന് ഡയറക്ഷനും ഉണ്ട്. അപ്പം വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ശ്രദ്ധിച്ചിരിക്കണം. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് മോഡുലസ് ഓഫ് വെക്ടർ എ. മോഡുലസ് ഓഫ് വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ആണ്. അതിന്റെ ഡിറക്ഷൻ കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എ ക്യാപ്പ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾ എ ക്യാപ്പ്. ഇത് രണ്ടുകൂടെ ചേരുന്നതാണ് ആര്? നമ്മുടെ വെക്ടർ. ഇത് രണ്ടുകൂടെ ചേരുന്നതാണ് നമ്മുടെ വെക്ടർ. അപ്പൊ എ ക്യാപ്പ് ആണ് യൂണിറ്റ് വെക്ടർ. അപ്പൊ യൂണിറ്റ് വെക്ടർ ആണ്, ഇതുകൊണ്ട് ഇവനെ ഡിവൈഡ് ചെയ്താൽ മതി. ഓ യെസ്, വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ യൂണിറ്റ് വെക്ടർ കിട്ടും. അതിന്റെ യൂണിറ്റ് വെക്ടർ കിട്ടും. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കടന്നു പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെക്ടർ എ, നമുക്ക് ചുമ്മാ ഒരു എക്സാമ്പിൾ തരാണ്. വെക്ടർ എ 2i പ്ലസ് 3j എന്ന് നമുക്ക് തന്നു എന്ന് വിചാരിക്കുക. വെക്ടർ എയുടെ വാല്യൂ ആണ് 2i പ്ലസ് 3j. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദി യൂണിറ്റ് വെക്ടർ ഓഫ് വെക്ടർ എ? അപ്പൊ നമുക്കറിയാം യൂണിറ്റ് വെക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്താ? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ആണ്. വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആണ്. ഇനി വെക്ടർ എനെ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. വെക്ടർ എ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു എ ഐ പ്ലസ് ബി ജെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വെക്ടർ എ ഐ പ്ലസ് ബി ജെ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ മോഡുലസ് നമ്മൾ എങ്ങനെയാ കാണുന്നത്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. നിങ്ങൾക്കറിയാം ഇതിന്റെ മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ അതാണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ വെക്ടർ എ എന്ന് പറഞ്ഞാൽ എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആണ്. അപ്പം വെക്ടർ എ ആരാ? 2i പ്ലസ് 3j ഡിവൈഡഡ് ബൈ മോഡുലസ്. അപ്പൊ മോഡുലസ് എടുക്കാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഐയുടെ ജെയുടെയും കോമ്പണന്റുകളുടെ സ്ക്വയർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ 2i പ്ലസ് 3j 2 സ്ക്വയർ 4 ആണ്, പ്ലസ് 3 സ്ക്വയർ 9 ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും എന്താ? 2i പ്ലസ് 3j ഡിവൈഡഡ് ബൈ 9 4 13. അപ്പൊ റൂട്ട് 13. ഇതാണ് അതിന്റെ യൂണിറ്റ് വെക്ടർ. ദിസ് ഈസ് ദ യൂണിറ്റ് വെക്ടർ. റൂട്ട് 2i പ്ലസ് 3j ഡിവൈഡഡ് ബൈ റൂട്ട് 13. വളരെ ഈസി ആയിട്ട് കിട്ടും. ഒരു വെക്ടറിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മോഡുലസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ടേമാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ. മക്കളെ, ഓർത്തോഗണൽ വിച്ച് മീൻസ് ദാറ്റ് മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്നാണ് അർത്ഥം. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് അതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ എന്ന് പറയുന്നത്. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടറുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ. നമുക്കറിയാം ഐ ജെ കെ ക്യാപ്പുകൾ, അത് ആരൊക്കെയാന്ന് നമുക്കറിയാം. എക്സ് ആക്സിസിന്റെ യൂണിറ്റ് വെക്ടറിനെയാണ് ഐ ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. വൈ ആക്സിസിന്റെ അല്ലെങ്കിൽ വൈ കോർഡിനേറ്റിന്റെ യൂണിറ്റ് വെക്ടറാണ് ജെ ക്യാപ്പ്. എക്സ് കോർഡിനേറ്റിന്റെ യൂണിറ്റ് വെക്ടറാണ് കെ ക്യാപ്പ്. അപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇപ്പൊ ക്വസ്റ്റ്യൻ അത് ഇങ്ങനെ തരുവാണ്. വെക്ടർ എ ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് 4k എന്ന് തന്നാൽ അതിന്റെ മീനിങ് എന്താണ്? എക്സ് ആക്സിസിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്, വൈ ആക്സിസിൽ അത് 3 ആണ്, സെഡ് ആക്സിസിൽ അത് 4 ആണ്. ആ പോയിന്റ് നമ്മൾ സ്പേസിൽ കണ്ടെത്തും, എന്നിട്ട് ഒറിജിനിൽ നിന്ന് അങ്ങോട്ടൊരു വെക്ടർ വരച്ചു വെക്കും. ക്ലിയർ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മ്യൂച്വൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ യൂണിറ്റ് വെക്ടേഴ്സ് വിച്ച് റെപ്രസെന്റ് എക്സ് വൈ സെഡ് ആക്സിസ്. അപ്പൊ ഇങ്ങനെ 2i പ്ലസ് 3j പ്ലസ് 4k എന്ന് എഴുതുമ്പോ എനിക്ക് മനസ്സിലായി 2 along എക്സ് ആക്സിസ് ആണ്. എങ്ങനെ മനസ്സിലായി? കൂടെ കിടക്കുന്നത് ഐ ക്യാപ്പ് ആണ്, ഇത് ജെ ക്യാപ്പ് ആണ്, ഇത് കെ ക്യാപ്പ് ആണ്. ക്ലിയർ? അപ്പം കെ ക്യാപ്പ്, അപ്പൊ 4 എന്ന് പറയുന്നത് along the z ഡയറക്ഷനിലാണെന്ന് എനിക്ക് കെ ക്യാപ്പ് പറഞ്ഞു തന്നു. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. യെസ്. യൂണിറ്റ് വെക്ടർ along i പ്ലസ് ജെ, യൂണിറ്റ് വെക്ടർ along i പ്ലസ് ജെ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഞാൻ ഈ വെക്ടർ i പ്ലസ് ജെനെ വെക്ടർ എ എന്ന് വിളിക്കുകയാണ്. വെക്ടർ എ ആരാ? i പ്ലസ് ജെ ആണ്. നമുക്ക് വേണ്ടത് യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എ ക്യാപ്പ് ആണ്. യൂണിറ്റ് വെക്ടർ എങ്ങനെ കാണാം? വെക്ടർ എനെ മോഡുലസ് ഓഫ് വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വെക്ടർ എനെ മോഡുലസ് ഓഫ് വെക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വെക്ടർ എ ആരാ? i
പ്ലസ് ജെ ആണ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ. അപ്പൊ റൂട്ട് ഓഫ് ഐയുടെ കോമ്പണന്റ്, ഐയുടെ കൂടെ ആരാ 1 ആണ്, അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ ഡിവൈഡഡ് ബൈ റൂട്ട് 2. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ പ്ലസ് ജെ ഡിവൈഡഡ് ബൈ റൂട്ട് 2. വളരെ ബേസിക് ആയിട്ട് ചെയ്യാവുന്ന വാല്യൂ ആണ്. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, പൊസിഷൻ വെക്ടർ സിംപ്ലി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പൊസിഷൻ വെക്ടർ ഇറ്റ് ഈസ് എ വെക്ടർ ഡ്രോൺ ഫ്രം ഒറിജിൻ ടു ദാറ്റ് പോയിന്റ്. ഇപ്പൊ എനിക്ക് എയുടെ പൊസിഷൻ വെക്ടർ കാണണം. അപ്പൊ നമുക്ക് എക്ക് ഇവിടെ നോക്കിക്കേ 2 കോർഡിനേറ്റുകൾ ഉണ്ട്, എക്സ് വൈ കോർഡിനേറ്റുകൾ ഉണ്ട്. അപ്പൊ അത് ഈ ഡയറക്ഷനിലേക്ക് എക്സിലും ഈ ഡയറക്ഷൻ വൈയിലുമാണ്. അപ്പൊ അത് അവരൊരു പോയിന്റ് നമുക്ക് അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ along the എക്സില് 3 മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ് അവർ തന്ന ഡയമെൻഷൻ എത്രയാണോ അത്. അപ്പൊ along y ഡയറക്ഷനിലേക്ക് അത് 4 ആയിട്ട് മാറി അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ along x ഡയറക്ഷനിൽ 3 ഉണ്ട്, along y ഡയറക്ഷനിൽ 4 ഉണ്ട്. അപ്പൊ വെക്ടർ എനെ നമുക്ക് xi പ്ലസ് വൈ ജെ എന്നാണ് എഴുതുന്നത്. along x along y xi പ്ലസ് വൈ ജെ ആണ്. അത് 3i പ്ലസ് 4j ആണ്. 3i പ്ലസ് 4j ആണ്. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ. ഇനി നമുക്ക് ഇവിടെ ഞാൻ വെക്ടർ ആർ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. വെക്ടർ ആർ ആണ്, അതിന്റെ ലെങ്ത് ആണ് ഒ എ. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മോഡുലസ് ഓഫ് ആർ എടുത്താൽ എങ്ങനെ കിട്ടും? റൂട്ട് ഓഫ് 3ന്റെ സ്ക്വയർ 9 പ്ലസ് 4ന്റെ സ്ക്വയർ 16. 16ഉം 9 25 എന്ന് പറഞ്ഞാൽ അത് 5 ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. 5 ആണ് മാഗ്നിറ്റ്യൂഡ്. വേണമെങ്കിൽ ഇവന് ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ ആംഗിൾ തീറ്റ എടുക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ടാൻ തീറ്റ പറയാം. ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ഇവനാണ്, അതെത്ര 4 ആണ് ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ്. ആക്ച്വലി ഇത് y കോർഡിനേറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ സെറ്റ് കോഡിന്റെ മാഗ്നിറ്റ്യൂഡ്. 4/3യുടെ വാല്യൂ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ജസ്റ്റ് ഡയറക്റ്റ് അങ്ങനെ ആംഗിൾസ് ഒക്കെ എടുക്കാൻ പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. സിംപ്ലി ഓർത്ത് വെക്കുക, പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പൊ ഇത് ഞാൻ ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും ഇത് എക്സ് ആക്സിസും ആണെന്ന് അസ്യൂം ചെയ്യും. ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ് എ. ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ് ബി. എ ബി 2 പോയിന്റുകൾ ഞാൻ കൺസിഡർ ചെയ്തു. ഇനി സപ്പോസ് എനിക്ക് എയുടെ പൊസിഷൻ വെക്ടർ വേണം. നമുക്കറിയാം ഈ കാണുന്നവൻ ഒറിജിന അല്ലെ, ഈ കാണുന്ന ആൾ ഒറിജിന. ഒറിജിനിൽ നിന്നും എയിലേക്ക് ഞാൻ ഒരു വെക്ടർ വരച്ചാൽ ദിസ് ഈസ് ദി ഒറിജിനിൽ നിന്നും ഞാൻ എയിലേക്ക് ഒരു വെക്ടർ വരച്ചു. അപ്പൊ ദിസ് ഈസ് നോൺ ആസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. പൊസിഷൻ വെക്ടർ ഓഫ് എ അതാണ് ഒ എ. അപ്പൊ എനിക്ക് ബിയുടെ പൊസിഷൻ വെക്ടർ വേണമെങ്കിലോ ഒറിജിനിൽ നിന്ന് ബിയിലോട്ട് ഒരു പൊസിഷൻ വെക്ടർ വരച്ചേക്കണം. ബിയിലോട്ട് ഒരു വെക്ടർ അങ്ങ് വരച്ചേക്കണം. ദിസ് ഈസ് ഒ ബി, പൊസിഷൻ വെക്ടർ ഓഫ് ബി. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ക്ലിയർ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇവനെ നമുക്ക് വേണമെങ്കിൽ R1 എന്ന് വിളിക്കാം. ഇവനെ നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? R2 എന്ന് വിളിക്കാം. R2 എന്ന് വിളിക്കാം. അപ്പം R1 എന്ന് പറഞ്ഞാൽ ആരാ? R1 വെക്ടർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് A. പൊസിഷൻ വെക്ടർ ഓഫ് A ആണ്. R2 പൊസിഷൻ വെക്ടർ ഓഫ് B ആണ്. R2 ഈസ് ദി ഫൈനൽ പൊസിഷൻ വെക്ടർ. R1 ഈസ് ദി ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ. എന്ന് ബിയിലോട്ട് അയാൾ പോയി അങ്ങ് ചിന്തിച്ചാൽ മതി. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അതായത് എയിൽ നിന്ന് ഒരാൾ ബിയിലോട്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ ഇനിഷ്യലി എവിടെ ആയിരുന്നു? എയിലായിരുന്നു. ഇനിഷ്യലി ഞാൻ എയിലായിരുന്നു. അപ്പൊ എന്റെ ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ OA ആണ് അല്ലെങ്കിൽ RA ആണ്. അപ്പൊ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? വെക്ടർ ഫോമിൽ x1 i ക്യാപ് പ്ലസ് y1 j ക്യാപ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 3i പ്ലസ് 4j. ഇത് ഇവിടെ 3 ആണ്, ഇത് 4 ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 5ഉം 2 ആയിട്ട് മാറി അല്ലെ. 5i പ്ലസ് 2j. ഇതാണ് ഫൈനൽ പൊസിഷൻ വെക്ടർ. ദിസ് ഈസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ, ദിസ് ഈസ് ഫൈനൽ പൊസിഷൻ വെക്ടർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. നമുക്ക് വേണ്ടത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അപ്പൊ അത് കാണാൻ ഇവിടെ നിങ്ങൾ നോക്കിയ ഫിഗർ ഞാൻ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് വെക്ടർ അഡീഷന്റെ കോൺസെപ്റ്റ് വെച്ച് വേണമെങ്കിൽ ഇത് പറയാം. അല്ലെങ്കിൽ സിംപിളി ഇത്ര ഓർത്താൽ മതി. OA എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ RA എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പൊസിഷൻ വെക്ടറും RB എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ വെക്ടറും ആണ്.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡെൽറ്റ ആർ ബി എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ സിംപ്ലി ഡെൽറ്റ ആർ എന്ന് വിളിച്ചാൽ മതി, വിച്ച് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ. ഫൈനൽ പൊസിഷൻ വെക്ടർ ആൻഡ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ. അപ്പൊ ഫൈനൽ പൊസിഷൻ വെക്ടർ ആർ ബിയിൽ നിന്നും ആർ എ കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആർ ബി മൈനസ് ആർ എ എടുക്കുമ്പോൾ ഇതേ മൈനസ് ഇതെന്ന് വരും അല്ലെ, എക്സ് ടു മൈനസ്. അപ്പൊ ഇവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഇൻറ്റു ജെ ക്യാപ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ടു എത്ര, എക്സ് ടു ഇത് എക്സ് വൺ ആണ്, ഇതാണ് എക്സ് ടു. അപ്പൊ എക്സ് ടു എന്ന് പറഞ്ഞാൽ 5 മൈനസ് 3 ഇൻറ്റു ഐ ക്യാപ് പ്ലസ് വൈ ടു എത്ര, 2 ആണ്. അപ്പൊ 2 മൈനസ് 4 ജെ ക്യാപ് ആണ്. സോ ഇത് എത്ര, ഒരു 5 മൈനസ് 3 2 ഐ ക്യാപ് മൈനസ് 2 ജെ ക്യാപ് എന്ന് പറയും. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അല്ലെ. 5 മൈനസ് 3 2 ആണ്, 2 മൈനസ് 4 മൈനസ് 2 ജെ ക്യാപ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ അങ്ങ് എടുത്താൽ മതി. ഇനി ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം, എയിൽ നിന്ന് ബിയിലോട്ടാണ് നടന്നത്, ആരോ വരച്ചിരിക്കുന്നതും ഇങ്ങോട്ടാണ് അല്ലെ, ആരോ വരച്ചിരിക്കുന്നതും ഇങ്ങോട്ടാണ്, നോക്ക് ഇങ്ങോട്ടാണ്. പക്ഷെ നമ്മൾ റൈറ്റ് നൗ നിൽക്കുന്നത് എവിടെയാണ്, ഇപ്പൊ ഇവിടെയാണ്. എയിൽ നിന്ന് നിങ്ങൾ ബിയിലോട്ടാണ്, അപ്പൊ നമ്മൾ നോക്കുന്നത് അങ്ങോട്ട്, മനസ്സിലായി. പക്ഷെ ആരോ നേരെ തിരിച്ചാണ് എന്ന കാര്യം ഓർത്തു വെക്കുക, തെറ്റിപ്പോകരുത്. ക്ലിയർ? ഓക്കെ അല്ലേ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. നമുക്ക് നോക്കാം. ഇഫ് എ പാർട്ടിക്കിൾ മൂവ് ഫ്രം പോയിന്റ് പി തന്നിട്ടുണ്ട്, 2 3 5 ആണ് ഇനിഷ്യൽ പോയിന്റ്, ഫൈനൽ പോയിന്റ് Q 4 5, ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് അവന്റെ ഇനിഷ്യൽ പൊസിഷൻ ആണെന്ന് എടുത്താൽ മതി. പി എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ ഒ പി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ R1 എന്ന് എടുക്കുക. R1 അത് നമുക്ക് എങ്ങനെ എഴുതാം, 2i പ്ലസ് 3j പ്ലസ് 5k എന്ന് എഴുതാം. 2i ക്യാപ് ഒക്കെ ആണ്. അടുത്ത പൊസിഷൻ വെക്ടർ ആണ് R2, അത് എത്രയാണ്, 3i പ്ലസ് 4j പ്ലസ് 5k എന്ന് എഴുതാം. 5k എന്ന് എഴുതാം. ഇതാണ് ഫൈനൽ പൊസിഷൻ വെക്ടർ. നമുക്ക് വേണ്ടത് ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ ഡെൽറ്റ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു R2 വെക്ടർ മൈനസ് R1 വെക്ടർ എടുത്താൽ മതി. R2 വെക്ടർ മൈനസ് R1 വെക്ടർ അല്ലെ. ഇപ്പൊ R2 മൈനസ് R1. അപ്പൊ ഇവരുടെ ഇതിൽ നിന്ന് ഇതം കുറച്ചാൽ മതി. അപ്പൊ ഐയുടെ കമ്പോണന്റിൽ നിന്ന് ഐ കുറയ്ക്കുക. 3 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ക്യാപ്. 4 മൈനസ് 3 ദാറ്റ് ഈസ് ജെ ക്യാപ്. അടുത്ത 5 മൈനസ് 5 അഗൈൻ 0. അപ്പൊ അത് ഐ പ്ലസ് ജെ എന്ന് കിട്ടി. ആരാ, ഇത് ഡെൽറ്റ ആർ വെക്ടർ. ഓക്കെ ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടി, ഐ പ്ലസ് ജെ, ഐ പ്ലസ് ജെ, ഐ പ്ലസ് ജെ. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഓപ്ഷൻ 3 ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. സീറോ വെക്ടർ. സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്നൊക്കെ പറയും. എന്താ നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്. ഇപ്പം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതിന്റെ ആക്സിലറേഷൻ ഇറ്റ് ഈസ് എ നൾ വെക്ടർ. കാരണം അതിന്റെ ആക്സിലറേഷൻ 0 ആണ്. സോ ഇറ്റ് ഈസ് എ നൾ വെക്ടർ. അങ്ങനെ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്, സീറോ വെക്ടർ ഈസ് എ വെക്ടർ വെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഈസ് 0. വെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ 0. പക്ഷെ വെക്ടർ ആയതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ ആ ഡയറക്ഷൻ എന്താ, ഇറ്റ് ഈസ് ആർബിറ്ററി അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് എന്നൊക്കെ പറയും. ഡയറക്ഷൻ ഉണ്ട്, പക്ഷെ അത് ആർബിട്രറി ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സീറോ വെക്ടറിന്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു വെക്ടറിനോട് അതിന്റെ സെയിം നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്താൽ, ഒരു വെക്ടറിനോട് അതിന്റെ സെയിം നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്താൽ നൾ വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. ഒരു വെക്ടറിനോട് നൾ വെക്ടർ ആഡ് ചെയ്താൽ കിട്ടുന്നത് സെയിം വെക്ടർ ആയിരിക്കും. ഒരു വെക്ടറിൽ നിന്നും നൾ വെക്ടർ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്നത് സെയിം വെക്ടർ ആയിരിക്കും. ഒരു വെക്ടറിനോട് നൾ വെക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് നൾ വെക്ടർ തന്നെ ആയിരിക്കും. ജസ്റ്റ് അതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വെക്ടറിനോട് അതിന്റെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്താൽ എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേക്ക്, ഇത് വെക്ടർ എ ആണെന്ന് വിചാരിക്കുക. ഇത് വെക്ടർ എ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് ചോദിച്ചാൽ ആരായിരിക്കും? ഇതിന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ തിരിച്ചു വരച്ചാൽ മതി. നമുക്ക് സെയിം ലെങ്ത് ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആയിരിക്കും. പക്ഷെ എന്തായി, മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി. അപ്പൊ ഈ കാണുന്നത് ഒന്നാമത്തെ വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടറാണ്. ഒന്നാമത്തെ വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടറാണ്. അപ്പൊ നെഗറ്റീവ് വെക്ടർ എന്ന് ചോദിച്ചാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ ഇതുപോലെ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. പാരലൽ വെക്ടർ, ആന്റി പാരലൽ വെക്ടേഴ്സ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാം കൂടെ നമുക്ക്
ഇങ്ങനെ ഞാൻ പറയുന്നില്ല, വെറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതെന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു വെക്ടറിനോട് അതിന്റെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്യുന്നു. അപ്പൊ വെക്ടർ എയോട് അതിന്റെ നെഗറ്റീവ് വെക്ടർ ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ നൾ വെക്ടർ ആണ്. പക്ഷെ നെഗറ്റീവ് വെക്ടർ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് ഓർത്തിരിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഒരു വെക്ടർ, ഇത് വെക്ടർ പി ആണെന്ന് വിചാരിക്കുക. വെക്ടർ പി ആണ്. ഇനി അടുത്ത വെക്ടർ 3p ആണെന്ന് വിചാരിക്കുക. ഒരു വെക്ടർ പി ആയിരുന്നു, അടുത്ത വെക്ടർ 3 ടൈംസ് പി ആയി. എന്ന് വെച്ചാൽ എന്താ സംഭവിച്ചത്? ആ വെക്ടറിനോട് നമ്മൾ എന്താ ചെയ്തത്? ഒരു 3 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. അപ്പൊ ഒരു വെക്ടറിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഡിറക്ഷൻ മാറാതെ മാഗ്നിറ്റ്യൂഡ് 3 ടൈംസ് ആയിട്ട് മാറി. ഇത്രയേ ഉള്ളൂ. അതിന്റെ ഡിറക്ഷൻ മാറുന്നില്ല, ഡയറക്ഷൻ അത് തന്നെ ആയിരിക്കും, ഇതുമായിട്ട് പാരലൽ ആയിരിക്കും, പക്ഷെ അത് അതിന്റെ 3 ടൈംസ് ആയിട്ട് മാറും. അതൊക്കെ ബേസിക് ആയിട്ടുള്ള വെക്ടറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്താണ് അഡീഷൻ ഓഫ് വെക്ടേഴ്സ്. വെക്ടേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് അഡീഷൻ ഓഫ് വെക്ടർ. അതിലെ ഫസ്റ്റ് വൺ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ, പാരലോഗ്രൽ ലോ ആൻഡ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ട്രയാങ്കുലർ ലോ എന്താ പറയുന്നത്? if two vectors are represented as the adjacent side of a triangle, if two vectors are represented as the adjacent side of a triangle, then the resultant should be in the third side. പക്ഷെ എങ്ങനെ ആയിരിക്കണം? in the opposite direction. ആ റിസൾട്ടന്റ് എന്ന് പറയുന്നത് അതിന്റെ ക്ലോസിംഗ് സൈഡ് ആയിട്ടും ഓപ്പോസിറ്റ് ഓർഡറിൽ, ഈ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഓർഡർ ആണ്. അതായത് ഇത് ഹെഡ് ടു ടെയിൽ ടു ഹെഡ് ആണ്, ഇത് ടെയിൽ ടു ഹെഡ് ആണ്. പക്ഷെ ഇത് കണ്ടോ, ഹെഡ് ടു ടെയിലാ വന്നത്. അതായത് ഇവൻ ഇങ്ങനെ വന്നപ്പോ ഇത് ഓപ്പോസിറ്റ് ഓർഡറിലാണ് നിങ്ങൾ വരച്ചത്. ഈ ഓപ്പോസിറ്റ് ഓർഡറിൽ വരയ്ക്കുന്ന ആളെയാണ് ഈ പിയുടെയും ക്യൂവിന്റെയും കൂടെ റിസൾട്ടന്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഈ ക്യൂ ഈ ആക്സിസുമായിട്ട് അല്ലെങ്കിൽ ഈ പിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിളിനെയാണ്, ഈ അക്യൂട്ട് ആംഗിൾ ആണ് അവിടുത്തെ തീറ്റ ആയിട്ട് എടുക്കുന്നത്, ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് ആയിട്ട് എടുക്കുന്നത്. ഈ റിസൾട്ടന്റ് കാണാൻ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. നമ്മൾ പക്ഷേ ഇതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ എവിടെയാണ് പഠിക്കുന്നത്? പാരലോഗ്രൽ ലോയിലാണ് പഠിക്കുന്നത്. പാരലോഗ്രൽ ലോ എന്താ പറയുന്നത്? if two vectors are represented as the adjacent side of a parallelogram, ഇവിടെ adjacent side of a parallelogram, ഇത് p ആയി, ഇത് q ആയി. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഷുഡ് പാസ് ത്രൂ ദി ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം. പാരലോഗ്രത്തിന്റെ ഡയഗണലിൽ കൂടെ പോകും. ഈ റിസൾട്ടന്റ് എന്ന് പറയുന്നത് അഗെയിൻ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. ഒന്നുമില്ല, ഇത് തന്നെ ട്രയാങ്കുലറിലോ. നിങ്ങൾ ഇവനെയും ഒന്ന് മറച്ചു വെച്ചിട്ട് ഇവനെയും ഈ സൈഡും ഒന്ന് മറച്ചു വെച്ച് നോക്കിയാൽ ഈ കാണുന്നത് ഇത് ക്യൂ ആണെങ്കിൽ ഇത് ക്യൂ ആണ്, ഇത് പി ആണെങ്കിൽ ഇത് പി ആണ്. ഇപ്പൊ ഇത് ക്യൂ, ഇത് പി, ഇത് ക്യൂ, റിസൾട്ടന്റ് വന്നു. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തൊക്കെ എടുക്കുന്നതാണ്, പക്ഷെ ഡെറിവേഷൻ വേണ്ട. നിങ്ങളിപ്പം കോൺസെപ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq cos തീറ്റ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതേപോലെ എക്സാമിന് ചോദിക്കാറുള്ള വേറൊരു കോൺസെപ്റ്റ് ആണ് വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ആർ. ഡയറക്ഷൻ ഓഫ് ആർ എന്ന് വെച്ചാൽ അവർക്ക് രണ്ട് രീതിയിൽ ചോദിക്കാം. ജനറലി കാണാറ് ഡയറക്ഷൻ ഓഫ് ആർ വിത്ത് വെക്ടർ പി ആയിരിക്കും, ഈ വെക്ടർ പിയുമായിട്ടുള്ള ഇതിന്റെ ഡയറക്ഷൻ. അപ്പൊ ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടുത്തെ ആംഗിൾ ആൽഫ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ, ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇത് ടാൻ അല്ലേ, ഇവിടെ സൈൻ ഇവിടെ കോസും വരും. ഓർത്താ മതി, സൈൻ ബൈ കോസ് ആണല്ലോ ടാൻ. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ നമുക്കിതിന്റെ ഡെറിവേഷൻ ഇപ്പൊ വേണ്ട. നിങ്ങൾ ഇതിന്റെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിരിക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാം. അടുത്ത നമ്മള് ഇതിന്റെ സ്പെഷ്യൽ കേസസ് ആണ്. അതായത് പാരലോഗ്രൽ ലോയിൽ ശ്രദ്ധിച്ചിരിക്കണം, ഓർക്കുക, അത് മറന്നു പോകരുത്. പാരലോഗ്രൽ ലോയിൽ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എടുക്കുന്നത്. പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആ തീറ്റ വാല്യൂ മാറ്റും. ഇവിടെ എന്താ സംഭവിച്ചത്? തീറ്റ 0 ആയി. തീറ്റ 0 എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന ക്യൂ ഇതിന്റെ കൂടെ കയറി വന്നു. അപ്പൊ അവര് പാരലൽ വെക്ടേഴ്സ് ആയിട്ട് മാറി. രണ്ട് വെക്ടറുകൾ പാരലൽ ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 0 ഡിഗ്രി ആണ്. നിങ്ങൾ ഇവിടോട്ട് 0, നമ്മുടെ ഈ ഇക്വേഷനിലോട്ട് 0 എടുക്കുക. കോസ് 0 1 ആണ്. അപ്പൊ ഇത് റൂട്ട് ഓഫ് അല്ലേ, ഇത് 1 ആണ്. അപ്പൊ ഇത് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq, അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ റൂട്ട് ഓഫ് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ, സ്ക്വയറും റൂട്ടൂടെ പോയിട്ട് എന്ത് കിട്ടും? പി പ്ലസ് ക്യൂ കിട്ടും. അപ്പൊ അത് അങ്ങനെയൊന്നും പഠിച്ചു വെക്കണ്ട, ജസ്റ്റ് ഡയറക്റ്റ് അറിഞ്ഞിരുന്നാൽ അത് ഒരേ ഡയറക്ഷനിലോട്ടാണ് അവർ ആഡ് ചെയ്യും.
ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവരെ സബ്ട്രാക്ട് ചെയ്യും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അവിടെ വെക്ടേഴ്സ് ആന്റി പാരലൽ ആണ്. തീറ്റ 180 ഡിഗ്രി ആണ്. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ സിംപിളി റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് എടുക്കാം. കാര്യം എന്താ, റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റയുടെ തീറ്റ ഇവിടെ എന്തായി പോയി 90 ഡിഗ്രീസ് അല്ലെ. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രീസ് ആയിട്ട് പറയാം. അപ്പൊ കോസ് 90 0 ആണ്. ആ ടേം അങ്ങ് പോയി റൂട്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. ആംഗിൾ കാണാൻ ടാൻ ആൽഫ എന്ന് പറയുന്നത് ക്യൂ ബൈ പി എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ടാൻ ആൽഫ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എടുത്താൽ മതി. ക്യൂ ബൈ പി എന്ന് എടുക്കാം. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്. അടുത്ത പോളിഗൺ ലോ. പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷനിൽ എന്താ പറയുന്നത്, ഒരു എൻ സൈഡഡ് പോളിഗൺ എടുത്താൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 10 വെക്ടർ തന്നിട്ടുണ്ട്. 9 വെക്ടറും ഒരേ ഓർഡറിൽ വരയ്ക്കുകയും 10ാമത്തെ വെക്ടർ ഓപ്പോസിറ്റ് ഓർഡറിൽ വരച്ചാൽ ആ 10ാമത്തെ ഓപ്പോസിറ്റ് ഓർഡറിൽ വരയ്ക്കുന്ന ആള് മറ്റ് വെക്ടറുകളുടെ സമ്മിന്റെ റിസൾട്ടന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത് ട്രയാങ്കുലർ ലോ വെച്ച് നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്ത് എടുക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെയൊന്നും പഠിച്ചു വെക്കാൻ വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. ഈ സൈഡ് എ ബി ആണ്. എ ബി പ്ലസ് ബി സി, എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി ഇ പ്ലസ് ഇ എഫ് പ്ലസ് എഫ് ജി എന്ന് പറയുന്നത് എ ജി ആയിരിക്കും. അത്രേ ഉദ്ദേശമുള്ളൂ. പി പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് എസ് പ്ലസ് ടി പ്ലസ് യു എന്ന് പറയുന്നത് വി ആയിരിക്കും. ഇത് അതിന്റെ ക്ലോസിംഗ് സൈഡ് ആയിരിക്കും. അതെങ്ങനെ ആയിരിക്കണം, മസ്റ്റ് ആയിട്ടും ഇവരെ വരച്ച ഓർഡറിന്റെ ഓപ്പോസിറ്റ്. ഈ ഓർഡറിന്റെ ഓപ്പോസിറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്, ടെയിൽ ടു ഹെഡ്, ടെയിൽ ടു ഹെഡ്, ടെയിൽ ടു ഹെഡ്, ടെയിൽ ടു ഹെഡ്, ടെയിൽ ടു ഹെഡ് ആണെങ്കിൽ ഇത് ഹെഡ് ടു ടെയിലാ വരയ്ക്കുന്നത്. അത് നേരെ തിരിച്ചാ. ഇവിടെ ടെയിലും ഇങ്ങോട്ടാണ് ഹെഡ് വരയ്ക്കുന്നത്. ക്ലിയർ, മനസ്സിലായോ? ഓപ്പോസിറ്റ് ഓർഡറിൽ വരയ്ക്കണം. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സെറ്റ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A particle moving with a velocity v is acted by 3 forces shown in the figure with a vector triangle PQR. Then the velocity of the particle will be. ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയ ഒരു കാര്യം മനസ്സിലാക്കാം. ഇത് സെയിം ഓർഡറിലാണ് വരച്ചിരിക്കുന്നത്. ട്രയാങ്കുലർ ലോയിൽ നമ്മൾ എന്താ പഠിച്ചത്, ഇത് വെക്ടർ പിയും ഇത് വെക്ടർ ക്യൂവുമാണെങ്കിൽ ഓപ്പോസിറ്റ് ഓർഡറിൽ വരയ്ക്കുന്ന ആളാണ് റിസൾട്ടന്റ് ആർ. അവിടുന്നാണ് നമ്മൾ പഠിച്ചത് എന്താ, പിയുടെയും ക്യൂവിന്റെയും കൂടെ വെക്ടർ സം ആണ്. പിയുടെയും ക്യൂവിന്റെയും വെക്ടർ സം ആണ് ആർ എന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ റൈറ്റ് നൗ ഈ ഫിഗറിലേക്ക് നിങ്ങൾ നോക്കിയാൽ ആറ് തിരിച്ചാ വരച്ചിരിക്കുന്നത്. പി ക്യൂ ആർ അതേ ഓർഡറിലാണ് വരച്ചത്. ആർ അതേ ഓർഡറിലാണ് വെച്ചാൽ ഇത് -6 ആയിട്ട് അല്ലേ. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇത് ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ. അപ്പൊ ഇത് പി, ഇത് ക്യൂ, ഇതാണ് ആറെന്ന് വിചാരിക്കുക. ഇതാണ് ആറെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് വെക്ടർ പി ആണ്, ഇത് വെക്ടർ ക്യൂ ആണ്, ഇത് വെക്ടർ ആർ ആണ്. ഓക്കെ അല്ലേ. ഇവിടാണ് നമ്മൾ പറയുന്നത് എന്ത്, വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ പിയുടെയും വെക്ടർ ക്യൂവിന്റെയും വെക്ടർ സം ആണ്. അതാണ് പി പ്ലസ് ക്യൂ ഈക്വൽ ടു ആർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് കാണാൻ ഇനി തീറ്റ ഒക്കെ എടുക്കണം. ഇത് ബേസിക് ഡെഫിനിഷൻ ആണ്. വെക്ടർ പിയുടെയും വെക്ടർ ക്യൂവിന്റെ സമ്മേഷൻ ആണ് റിസൾട്ടന്റ് വെക്ടർ ആർ. അത് ഓക്കെ, ക്ലിയർ. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് വെക്ടർ പിയും ഇത് വെക്ടർ ക്യൂവും. ഇതാണ് ഞാൻ ഈ വെക്ടർ ആറിനെ തിരിക്കുവാന്ന് വിചാരിക്കുക, ഇങ്ങോട്ട് തിരിച്ചു എന്ന് വിചാരിക്കുക. അതായത് സെയിം ഓർഡറിൽ വരച്ച എന്താ സംഭവിക്കുന്നത്, റൈറ്റ് നൗ എന്താ സംഭവിച്ചത്, ഇത് വെക്ടർ പി ആണ്, ഇത് വെക്ടർ ക്യൂ ആണ്. ഇത് ആരായിട്ട് മാറി, -r വെക്ടർ ആയിട്ട് മാറി അല്ലേ. ഇത് ആറാണെങ്കിൽ അത് തിരിഞ്ഞപ്പം -r വെക്ടർ ആയിട്ട് മാറണം, ഉറപ്പായിട്ട് മാറണം. വെക്ടർ എ ഇങ്ങോട്ടും ഓപ്പോസിറ്റ് വരച്ചാൽ -a ആയിരുന്നു. ഇപ്പൊ വെക്ടർ ആർ അങ്ങോട്ടാണ്, അപ്പൊ ഓപ്പോസിറ്റ് വരച്ചാൽ അത് -r ആയിട്ട് മാറും. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ പ്ലസ് നെഗറ്റീവ് ഓഫ് വെക്ടർ ആർ എടുത്താൽ എന്ത് കിട്ടണം, 0 കിട്ടണം. കാര്യം എന്താ, പി പ്ലസ് ക്യൂവിന് ഇക്വലന്റ് ആണ് ആർ. ഇപ്പൊ വെക്ടർ പി പ്ലസ് ക്യൂ ഇതപ്പുറത്ത് പോയി, അപ്പൊ നെഗറ്റീവ് ഓഫ് ആർ ആയി. അതാണ് ഈ തിരിച്ചെഴുതിയത്. അപ്പൊ അതെന്തായിട്ട് കിട്ടണം, 0 കിട്ടണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു n സൈഡഡ് പോളിഗൺ അവരെ സെയിം ഓർഡറിൽ വരച്ച് ക്ലോസ് ചെയ്താൽ നെറ്റ് വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. നെറ്റ് വാല്യൂ 0 ആയിരിക്കണം. അതാണ് പോളിഗൺ ലോയിൽ നമ്മൾ പഠിക്കുന്നത്. ഇവന്റെയും സമ്മിന് ഇക്വലന്റ് ആണ് ഇതെന്നാ പഠിച്ചത്. അപ്പൊ ഇത് തിരിച്ചു വരച്ചാൽ അവരുടെ നെറ്റ് വാല്യൂ എന്തായിപ്പോ, 0 ആയിപ്പോ. സെയിം ഓർഡറിലാണ് എല്ലാവരെയും വരയ്ക്കുന്നതെങ്കിൽ അവരുടെ വാല്യൂ 0 ആയിപ്പോണം. അപ്പൊ റൈറ്റ് നൗ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയേ. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാ വരച്ചിരിക്കുന്നത് അവന്മാരെല്ലാരും എങ്ങനെ വരച്ചത്, സെയിം ഓർഡറിലാണ്. നോക്ക്, F1 അതേ ഓർഡറിലാണ്, F2 അതേ ഓർഡറിലാണ്, F3. അപ്പൊ എനിക്ക് അവിടെ നിന്ന് പറയാൻ പറ്റും എന്താ, അവരുടെ F1 വെക്ടർ സം ആണ് വെക്ടർ F1 പ്ലസ് വെക്ടർ F2
പ്ലസ് വെക്ടർ F3 എടുത്താൽ അവരുടെ സം 0 ആണ്, വിച്ച് മീൻസ് ദാറ്റ് നെറ്റ് ഫോഴ്സ് ഓൺ ദ സിസ്റ്റം 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? Then the velocity of the particle remains constant. കാര്യം ഫോഴ്സിന് ഉണ്ടെങ്കിലേ സിസ്റ്റം ആക്സിലറേറ്റ് ചെയ്തുള്ളൂ, അതായത് വെലോസിറ്റിക്ക് മാറ്റം വരുത്തുള്ളൂ. നിങ്ങൾ ആക്സിലറേഷനിലേക്ക് ഒന്നും ചിന്തിക്കേണ്ട, ഫോഴ്സിന് മാറ്റം ഉണ്ടെങ്കിൽ, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് മാറ്റം ഉണ്ടെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ് സംഭവിക്കത്തുള്ളൂ. ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആണ്, ഒബ്വിയസ്ലി എന്തായിരിക്കും? വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റന്റ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, ഹൗ മെനി മിനിമം നമ്പർ ഓഫ് കോപ്ലനാർ വെക്ടേഴ്സ്? കോപ്ലനാർ, വിച്ച് മീൻസ് ദാറ്റ് ഓൺ ദി സെയിം പ്ലെയിൻ. സെയിം പ്ലെയിൻ. ഇപ്പൊ ഈ ബോർഡയിലോട്ട് ഞാൻ ഇങ്ങനെ ഒരു വെക്ടർ ഇങ്ങോട്ടും വരച്ചു വെച്ചു, പിന്നെ ഒരു വെക്ടർ ഇങ്ങോട്ട് വരച്ചു വെച്ചു, പിന്നെ ഒരു വെക്ടർ ഇങ്ങോട്ട് വരച്ചു വെച്ചു. ദേ ആർ കോപ്ലനാർ, ദേ ആർ ഓൺ ദ സെയിം പ്ലെയിൻ. ക്ലിയർ? പിന്നെ അവര് ചോദിച്ചത് എന്താ? ഹൗ മെനി മിനിമം നമ്പർ ഓഫ് കോപ്ലനാർ വെക്ടർ ഹാവിംഗ് ഡിഫറന്റ് മാഗ്നിറ്റ്യൂഡ്. അതാണ് അതിന്റെ കീ പോയിന്റ്. എക്സാം ഒക്കെ എഴുതുമ്പം ഇതുപോലത്തെ കീ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ടീസ് ചെയ്ത് വെച്ചോണം. ഡിഫറന്റ് മാഗ്നിറ്റ്യൂഡ് ക്യാൻ ബി ആഡഡ് ഗീവ് എ സീറോ റിസൾട്ട്. നിങ്ങൾക്ക് സീറോ റിസൾട്ടന്റ് കിട്ടണം. ഡിഫറന്റ് മാഗ്നിറ്റ്യൂഡോ സെയിം മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ 2 വെക്ടർ മതി. സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള ആൾക്കാരാണ്, നമുക്ക് സീറോ കിട്ടണമെങ്കിൽ 2 വെക്ടർ മതി. ഒരാളെ റൈറ്റിലോട്ടും മറ്റാളെ ലെഫ്റ്റിലോട്ടും കൊടുത്താൽ മതി, 0 ആവും. പക്ഷെ ഇത് സെയിം മാഗ്നിറ്റ്യൂഡ് ആണോ? ഡിഫറന്റ് മാഗ്നിറ്റ്യൂഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മിനിമം എത്ര വേണം? 3 വെക്ടർ വേണം. എന്താ കാര്യം? ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ അതാ വരച്ചത്, ഇവിടെ 2 എണ്ണം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? പാരലോഗ്രാം ലോ വെച്ചിട്ട് ഇവരെ ഇവിടെ വെച്ചിട്ട്, സോറി, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ആൾക്കാരെ വെച്ചിട്ട് പാരലോഗ്രാം അങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഇത് ഇങ്ങനെ ഒരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ഇവരുടെ റിസൾട്ടന്റ് ഇങ്ങനെ വരും. ആ റിസൾട്ടന്റിന്റെ ഓപ്പോസിറ്റ് നാം കൊടുത്താൽ മതി. ഇതിപ്പം പി ആണ്, ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. അവരുടെ റിസൾട്ടന്റ് ആണ് 6 ഇതെങ്കിൽ ഇത് -6 ആക്കിയാൽ മതി. അതിന്റെ ഓപ്പോസിറ്റ് വരച്ചാൽ മതി. അപ്പൊ ഇപ്പൊ റിസൾട്ടന്റ് 6 ഉണ്ട്, ഇവിടെ ഒരു -6 ഉണ്ട്. അവരുടെ സം എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ മിനിമം എത്ര വേണം? 3 എണ്ണം വേണം. 3 എണ്ണം കിട്ടിയാൽ മതി. ക്ലിയർ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് 2 വെക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ദി magnitude of difference of 2 vectors, angle between these vectors എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് 2 വെക്ടർ. അപ്പൊ നമുക്കറിയാം 2 വെക്ടറുകളുടെ സം എടുക്കാൻ മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, ഇതെന്ന് പറയുന്നത് ആ വെക്ടറുകളുടെ ഡിഫറൻസിനും ഈക്വലന്റ് ആണെന്നാണ് പറയുന്നത്. യെസ്. നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ആണ്. വളരെ ഈസി ആയിട്ട് ആൻസർ. ആക്ച്വലി ഇങ്ങനത്തെ ഒക്കെ സ്പെഷ്യൽ കേസ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് അറിഞ്ഞിരുന്നാൽ നല്ല കാര്യമാണ്. ആക്ച്വലി ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഓപ്ഷൻ 4 ഡയറക്റ്റ് എടുക്കാൻ പറ്റണം. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. എ പ്ലസ് ബിയുടെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. സിമിലർലി ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ എന്ന് കിട്ടും. ഡയറക്റ്റ് റിലേഷൻ. സ്ക്വയർ ചെയ്ത റൂട്ട് അങ്ങ് പോകും. റൂട്ട് പോയതിനു ശേഷം സ്ക്വയർ ചെയ്ത് റൂട്ട് പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ എന്ന് കിട്ടും. ഇവിടുന്ന് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസി ആയിട്ട് കട്ട് ചെയ്യും. ഇവിടെ ഒരു 2ab കോസ് തീറ്റ, ഇവിടെ ഒരു -2ab കോസ് തീറ്റ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. ആൻഡ് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 4ab കോസ് തീറ്റ എന്ന് കിട്ടും. 4ab കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലെ? ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരും. സോ 4ab കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 4ab കോസ് തീറ്റ. അപ്പൊ 4ab എന്തായാലും 0 ആവത്തില്ല. അപ്പൊ കോസ് തീറ്റ എന്താവാം? 0 ആവും. മക്കളെ, കോസ് തീറ്റ 0 ആണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കും. അല്ലേ? കോസ് തീറ്റ 0 ആണെങ്കിൽ തീറ്റ എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇതൊരു റിലേഷൻ പോലെ നിങ്ങൾ ഡയറക്റ്റ് പഠിച്ചു വെച്ചാൽ വളരെ ഈസി ആയിട്ട് ആൻസർ നമുക്ക് അപ്പൊ തന്നെ എഴുതി മാറ്റാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. There are 2 force vectors, one 5 Newton and other is 12 Newton. At what angle the 2 vectors be added to get resultant vector of 17, 7 and 13? നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സസ് 5 ന്യൂട്ടണും 12 ന്യൂട്ടണും. ഈ 5-ൽ നിന്ന്
5ൽ നിന്ന് 12 കൂടെ ആഡ് ചെയ്താൽ 17 കിട്ടും അല്ലേ. അപ്പം F1 നമുക്ക് 5 ന്യൂട്ടണും F2 നമുക്ക് 12 ന്യൂട്ടണുമാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ 0 ഡിഗ്രി വരുമ്പോൾ, തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി വരുമ്പോൾ അവരുടെ റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് 17 എന്ന് കിട്ടും അല്ലെ. തീറ്റ 0 ഡിഗ്രി ഒരേ ഡയറക്ഷനിലേക്ക് കൊടുക്കുമ്പോൾ റിസൾട്ടന്റ് 17 എന്ന് കിട്ടും. ഇനി തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി വന്നാൽ ഇവർ ഓപ്പോസിറ്റ് ആയി, ഒരാൾ റൈറ്റിലോട്ടും മറ്റൊരാൾ ലെഫ്റ്റിലോട്ടും ആയി. അപ്പോഴത്തെ റിസൾട്ടന്റ് എത്ര വരും? റിസൾട്ടന്റ് എന്ന് പറയുന്നത് 12 - 5 ആണ് അല്ലെ. 12 - 5 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ നോക്ക്, 17 കിട്ടി, 7 കിട്ടി. ആംഗിൾസ് എത്രയൊക്കെ? 0യും 180യിലുമാണ് അല്ലെ. അടുത്തത് 13 എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ക്വയർ റൂട്ടിന്റെ സം എടുത്താൽ മതി അല്ലെ. റിസൾട്ടന്റ് കാണാൻ റൂട്ട് ഓഫ് 5ന്റെ സ്ക്വയർ പ്ലസ് 12ന്റെ സ്ക്വയർ എടുത്താൽ മതി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. തീറ്റ അവിടെ എത്രയാ? 90 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ ഈ കേസിൽ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 5ന്റെ സ്ക്വയർ 25 ആണ്, 12ന്റെ സ്ക്വയർ 144 ആണ്. നമുക്ക് ഇവനെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 5ഉം 4ഉം 9, 14ഉം 2ഉം 16, 169ന്റെ റൂട്ട് എന്ന് വെച്ചാൽ അത് 13 ആണ്. അപ്പൊ ആംഗിൾസ് എത്രയൊക്കെയാണ്? 0 ഡിഗ്രി, 180 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. സോ ഓപ്ഷൻ 1 എടുക്കാം. 0 ഡിഗ്രി, 180 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ, അതിൽ മെയിൻലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ആണ്. ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സ്കേലാർ ഡോട്ട് പ്രൊഡക്റ്റ്, ഇത് നമ്മൾ വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ ഇവനെ പറ്റി കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകുന്നത്. വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ അതിന്റെ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ക്രോസ് പ്രൊഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും ഇൻ ഡെപ്തിൽ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. വെക്ടർ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവിടുന്ന് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്ത് മാറാം. പിന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ്. ഒരു വെക്ടറിനെ നിങ്ങളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് അതിന്റെ എത്രയും ടൈംസ് ഇൻക്രീസ് ചെയ്യും. അതാണ് സിംപ്ലി സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഡയറക്റ്റ് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന കോൺസെപ്റ്റ് ആണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു അല്ലെ. അതായത് ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതൊരു വെക്ടർ ആണ്, വെക്ടർ എ. ഇത് വെക്ടർ എ ആണ്. ഇനി ഈ വെക്ടറിനെ നിങ്ങൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു നമ്പർ കൊണ്ട്. ഇപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് അതിന്റെ 3 ടൈംസ് ആവും, പക്ഷെ ഡയറക്ഷൻ സെയിം ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് മാത്രം മാറും. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, നമുക്ക് നോക്കാം. സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കോൺസെപ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് എന്താ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ന്യൂ വെക്ടർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഒറിജിനൽ വെക്ടർ ആൻഡ് ദ പോസിറ്റീവ് കോൺസ്റ്റന്റ്. ഇപ്പൊ പറഞ്ഞ കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ദ ഡയറക്ഷൻ ഓഫ് ദ ന്യൂ വെക്ടർ റിമൈൻസ് ദ സെയിം. യെസ്, അത് ബേസിക് ആണ്. അടുത്തത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ നെഗറ്റീവ് കോൺസ്റ്റന്റ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്ടർ ബൈ എ പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അതൊരു നെഗറ്റീവ് കോൺസ്റ്റന്റ് ആവുമ്പോൾ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നെഗറ്റീവ് കോൺസ്റ്റന്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ഒരു വെക്ടർ എ, ഇതാണ് വെക്ടർ എ എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇതിനെ ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഇങ്ങനെ തിരിയും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആവും. അപ്പൊ ഇത് വെക്ടർ എ ആണെങ്കിൽ ഇത് -2 ടൈംസ് വെക്ടർ എ ആണ്. ഡയറക്ഷൻ റിവേഴ്സ് ആവും, മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആവും. അതല്ലേ ഇവിടെ പറയുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ന്യൂ വെക്ടർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഒറിജിനൽ വെക്ടർ ആൻഡ് ദ ഇത് പോസിറ്റീവ് കോൺസ്റ്റന്റ് കാര്യമാണല്ലോ. And the positive constant, the direction of the new vector will be yes. The magnitude of the new vector is the product of magnitude of the original vector and the positive constant. Okay, the direction of the new vector will be direction എന്തായിട്ട് മാറും? തിരിയും. ക്ലിയർ? മാഗ്നിറ്റ്യൂഡ് വൈസ് ഇതിന്റെ ഡബിൾ ആവുകയും ഡയറക്ഷൻ വൈസ് തിരിയുകയും ചെയ്യും. കറക്റ്റ് ആണ്. യെസ്. അടുത്തത് എന്താ? ഡോട്ട് പ്രൊഡക്റ്റ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ട് വെക്ടറുകളെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ 0 ഡിഗ്രിയാണ്. പി ക്യൂ അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്.
അപ്പൊ ഓർത്ത് വെക്കുക, ഈ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആവാം, തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആവാം, 180 ഡിഗ്രി ആവാം. സിംപിളി രണ്ട് വെക്ടറുകളുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പി ആൻഡ് ക്യൂ, ടു വെക്ടേഴ്സ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. സോ ദി ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പി ഡോട്ട് ക്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ക്യൂ കോസ് തീറ്റ ആയിരിക്കും. പി ക്യൂ കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് എനർജിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. വർക്ക് എനർജിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പൊ ഒരു എം മാസ് ഉള്ളൊരു ഓബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു. ഒരു എം മാസ് ഉള്ള ഒരു ഓബ്ജക്റ്റ്. നമ്മൾ സപ്പോസ് ഇവനൊരു എഫ് ഫോഴ്സ് കൊടുത്ത് ഇവനെ പുള്ള് ചെയ്യുവാണെന്ന് അസ്യൂം ചെയ്യാം. ഒരു ഫോഴ്സ് കൊടുത്ത് പുള്ള് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണ്. ഈ മേക്ക് ചെയ്ത ആംഗിൾ എസ് ആണ്. സപ്പോസ് ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഇവിടുത്തെ ഡിസ്റ്റൻസ്, ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എസ് ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യും. എസ് ഡിസ്റ്റൻസ് ആണെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ കാണാൻ നമ്മൾ പഠിക്കുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ്, അല്ലെങ്കിൽ സിംപ്ലി അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ എഫ് എസ് കോസ് തീറ്റ. എഫ് എസ് കോസ് തീറ്റ, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്നത്. പി ഡോട്ട് ക്യൂ, രണ്ട് വെക്ടറുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പി ക്യൂ കോസ് തീറ്റ ആയിരിക്കും, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് ഇതിൽ പഠിക്കേണ്ട ഒരു ഇതിന്റെ ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു വെക്ടർ പി ഉണ്ട്, ഇവിടെ ഒരു വെക്ടർ ക്യൂ ഉണ്ട്. ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ആൻഡ് ഫൈനലി അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് പി ഡോട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ പി ക്യൂ കോസ് തീറ്റ ആണ്. അതിൽ പി എന്ന് പറഞ്ഞാൽ, ഇവിടെ പി എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ ആണ്, പി ആണ്. ക്യൂ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രൊജക്ഷൻ ഓഫ് ക്യൂ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി. ഇപ്പൊ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ വെക്ടർ പി എന്ന് വിചാരിക്കുക. ഇതാണ് വെക്ടർ പി, ഇതാണ് വെക്ടർ ക്യൂ. ഇവര് തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആണ് തീറ്റ. ശ്രദ്ധിച്ചിരിക്കണം. ഈ കാണുന്ന വെക്ടർ പി ആണെന്ന് നമുക്കറിയാം. ഈ കാണുന്ന വെക്ടർ ആണ് പി, ഈ കാണുന്ന വെക്ടർ ക്യൂ ആണ്. ഇവർ തമ്മിൽ മേക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ തീറ്റയാണ്. നമുക്കറിയാം വാട്ട് ഈസ് പി ഡോട്ട് ക്യൂ. പി ഡോട്ട് ക്യൂ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. പി ഡോട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ പി ക്യൂ കോസ് തീറ്റ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എഴുതിയപ്പോ ഇതിനൊരു സ്പ്ലിറ്റപ്പ് എടുത്തത് ഇങ്ങനെയായിരുന്നു, പി ഇൻറ്റു ക്യൂ കോസ് തീറ്റ. ഈ ക്യൂ കോസ് തീറ്റനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഓഫ് ആരുടെ, വെക്ടർ ക്യൂ, എവിടേക്ക്, ഓൺ പി എന്നാ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കാം മക്കളെ. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വെക്ടറിനെ രണ്ട് കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് ഈ കാണുന്നത് ക്യൂ കോസ് തീറ്റയും ഈ കാണുന്നത് ക്യൂ സൈൻ തീറ്റ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇത് ക്യൂ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ക്യൂ കോസ് തീറ്റയും ഈ വെക്ടർ കോമ്പണന്റ് എന്ന് പറയുന്നത് ക്യൂ സൈൻ തീറ്റ ആണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ റൈറ്റ് നൗ ഈ വെക്ടർ ക്യൂവിന്റെ ഈ ആക്സിസിലേക്ക് അല്ലെങ്കിൽ ഈ വെക്ടറിലേക്ക് വരുന്ന പ്രൊജക്ഷൻ ആണിത് ഇത്രയും കാണുന്ന പോർഷൻ. ഇത്രയും കാണുന്ന പോർഷൻ, ഈ പ്രൊജക്ഷനെ വിളിക്കുന്നവരാണ് ക്യൂ കോസ് തീറ്റ. അപ്പൊ ദിസ് ഈസ് ക്യൂ കോസ് തീറ്റ. ക്യൂ കോസ് തീറ്റ ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് ക്യൂ എങ്ങോട്ട്, ഓൺ വെക്ടർ പി. അപ്പൊ വെക്ടർ പിയുടെയും കൂടെ ക്യൂ കോസ് തീറ്റ വെക്ടർ, അതായത് വെക്ടർ ക്യൂവിന്റെ പ്രൊജക്ഷൻ ആയ ക്യൂ കോസ് തീറ്റയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് അതിന്റെ ഫിസിക്കൽ മീനിങ്. കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ആംഗിൾസ് തീറ്റ 0 ഡിഗ്രി വന്നാൽ, തീറ്റ 0 ഡിഗ്രി വരുന്നു എന്ന് പറഞ്ഞാൽ ആ രണ്ട് വെക്ടറുകൾ ഒരേ ഡയറക്ഷനിലാണ്. അപ്പൊ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഉറപ്പായിട്ട് തീറ്റ 0 ആയി ഡോട്ട് പ്രൊഡക്റ്റ് മാക്സിമം ആയിരിക്കും. പി ഡോട്ട് ക്യൂ പി ക്യൂ ആയിട്ട് മാറും. പി ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ, രണ്ടും സെയിം ആണെങ്കിൽ അത് പി സ്ക്വയർ അല്ലെങ്കിൽ ക്യൂ സ്ക്വയർ എന്നൊക്കെ വിളിക്കാം. അതുപോലെ യൂണിറ്റ് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഐ ഡോട്ട് ഐ 1 ആയിരിക്കും, ജെ ഡോട്ട് ജെ 1 ആയിരിക്കും. കാര്യം എന്താ, ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇപ്പൊ എ ഡോട്ട് ബി, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്തെന്നാ പഠിച്ചത്, എ ബി കോസ് തീറ്റ. അപ്പൊ വെക്ടർ ഐ ഡോട്ട് ഐ, ഐ ഡോട്ട് ഐ, അതായത് ഇത് യൂണിറ്റ് വെക്ടറുകൾ. അപ്പൊ എന്ത് വരും, ഐ
ഐ കോസ് തീറ്റ എന്ന് വരും. ഐയും ഐയും തമ്മിലുള്ള ആംഗിൾ എത്രയാ? തീറ്റ 0 ഡിഗ്രി. അപ്പൊ കോസ് 0 1 മോഡുലസ് യൂണിറ്റ് വെക്ടറുകളുടെ മോഡുലസും 1. അപ്പൊ 1 × 1 × 1 അത് 1 എന്ന് വരും. അപ്പൊ ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ അതെല്ലാം എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. ആ വാല്യൂസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ അവരുടെ നെഗറ്റീവ് യൂണിറ്റ് വെക്ടറുകളുടെ ഡോട്ട് എടുത്താൽ അത് മൈനസിലേക്ക് മാറും. പി അതേപോലെ 180 ഡിഗ്രി ആണെങ്കിൽ പി ഡോട്ട് ക്യൂ, പി ക്യൂ കോസ് 180 വരെ. അപ്പോൾ കോസ് 180 മൈനസ് ആണ്. അപ്പോൾ മൈനസ് പി ക്യൂ ആണ്. ആ കാര്യങ്ങളൊക്കെ ആന്റി പാരലൽ ആവുന്ന കേസിലുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഡോട്ട് പ്രൊഡക്റ്റ് വെൻ ദേ ആർ മേക്കിംഗ് അറ്റ് 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ വരുമ്പോൾ കോസ് 90 ആവും. കോസ് 90 ആണെങ്കിൽ 0 ആണ്. അതായത് രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രി ആവുകയും അപ്പൊ അവര് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതായത് നെറ്റ് ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് വാല്യൂ 0 കിട്ടും. കോസ് 90 0 ആയി പോകും. അതുകൊണ്ട് തന്നെ ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ, കെ ഡോട്ട് ഐ കാര്യം അവർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അത് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഒരു ആന്റി ക്ലോക്ക് വൈസ് സൈക്ലിക് ഓർഡർ ഓർത്താൽ മതി. ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ, കെ ഡോട്ട് ഐ ബിക്കോസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയി പോകണം. അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയി പോകുന്നതായിരിക്കും. ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം. അടുത്ത കൊടുത്തിരിക്കുന്നത് എന്താ? ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് കമ്പോണന്റ് ഫോം. ഒന്നുമില്ല, രണ്ട് വെക്ടറുകൾ പി തന്നിരിക്കുന്നത് പി എക്സ് ഐ ക്യാപ്പ്, പി വൈ ജെ ക്യാപ്പ്, പി സെഡ് കെ, അതുപോലെ ക്യൂവും തന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഐ ഡോട്ട് ഐ 1 ആണ്. ഐ ഡോട്ട് ഐ 1 ആണ്. ഐ ഡോട്ട് ജെ 0 ആയി പോകും. ഐ ഡോട്ട് കെ 0 ആയി പോകും. അപ്പൊ കറസ്പോണ്ടിങ് ഐ കോമ്പണന്റുകൾ തമ്മിലും ജെ തമ്മിലും കെ തമ്മിലും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കുക. പി എക്സ് ക്യൂ എക്സ് അല്ലെ, പി വൈ ക്യൂ വൈ, പി സെഡ് ക്യൂ സെഡ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിളിന് വേണ്ടി മനസ്സിലാക്കിയാൽ, ഇപ്പൊ വെക്ടർ എ എന്ന് പറയുന്നത് 2i പ്ലസ് 3j. ഞാൻ രണ്ട് കമ്പോണന്റ് ഇപ്പൊ എഴുതുന്നുള്ളൂ. 2i പ്ലസ് 3j. വെക്ടർ ബി എന്ന് പറയുന്നത് 4i പ്ലസ് 2j ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് ഇവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് വേണം. ഇപ്പൊ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി കണ്ടുപിടിക്കണം. ഇപ്പൊ എന്ത് ചെയ്യാനാ പറഞ്ഞത്? കറസ്പോണ്ടിങ് ഐ കോമ്പണന്റുകൾ, അതായത് 2 × 4 8 പ്ലസ് 3 × 2 6 which is equal to 40. ഇതായിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ്. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഐകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 4 × 2 8 ആണ്. ജെകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എ ബോഡി ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 20i പ്ലസ് 30j. 20i പ്ലസ് 30j ഡിസ്പ്ലേസ് ത്രൂ എ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10i പ്ലസ് 5j. 10i പ്ലസ് 5j എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. നമ്മളോട് ചോദിച്ചത് വർക്ക് ഡൺ കാണാനാണ്. നമ്മൾ ഓൾറെഡി അത് ജസ്റ്റ് പറഞ്ഞിരുന്നു. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എസ് ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ് ആണ്. അപ്പൊ എഫ് ഡോട്ട് എസ് കാണാൻ ചുമ്മാ ഡയറക്റ്റ് ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ പോരെ. അപ്പൊ 10 × 20 അല്ലെ 200 ആണ്. പ്ലസ് 30 × 5 150 ആണ് അല്ലെ. 150 15 അല്ലെ 150 ആണ്. അപ്പൊ എത്ര വരും? 200 100 300 350 എന്ന് വരും. 350 ജൂൾ എന്ന് കിട്ടും. സോ ഇത് 350 ജൂൾ ആണ്. വർക്ക് ഡൺ അല്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. എളുപ്പത്തിൽ എടുക്കാവുന്നതേ ഉള്ളൂ. യെസ്. അടുത്താണ് ക്രോസ് പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റിൽ രണ്ട് വെക്ടറുകൾ പിയും ക്യൂവും തമ്മിൽ ഡോട്ട് ചെയ്യുമ്പോൾ പി ക്യൂ കോസ് തീറ്റ ആണെങ്കിൽ, ക്രോസ് പ്രൊഡക്റ്റിൽ അവരുടെ ഡോട്ട് ക്രോസ് ചെയ്യുമ്പോൾ പി ക്യൂ സൈൻ തീറ്റ ആയിട്ട് വരും. പി ക്രോസ് ക്യൂ അത് പി ക്യൂ സൈൻ തീറ്റ ആണ്. പിന്നെ ഓർത്ത് വെക്കുക, രണ്ട് വെക്ടറുകളെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ, രണ്ട് വെക്ടറുകളെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് മൂന്നാമതൊരു വെക്ടർ ആയിരിക്കും. അതേപോലെ തന്നെ ആ മൂന്നാമത്തെ വെക്ടർ ഓൾറെഡി നമ്മൾ ക്രോസ് ചെയ്യുന്ന രണ്ട് വെക്ടറുകൾ കിടക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ പി ക്രോസ് ക്യൂ ദാറ്റ് ഈസ് പി ക്യൂ സൈൻ തീറ്റ. കുറെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി വെക്കുക. അതായത് ഇവിടെ പിയും ക്യൂവും ക്രോസ് എടുക്കണം. അപ്പൊ നിങ്ങൾ നമ്മുടെ ഫിംഗേഴ്സ് ഇങ്ങനെ കേൾ ചെയ്യുക. ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവണോ നിർബന്ധമൊന്നുമില്ല. ഈ രണ്ട് ഫിംഗേഴ്സ് പക്ഷെ ഈ രണ്ട് ഫിംഗേഴ്സുമായിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും തമ്പ്. അപ്പൊ
പിയും ക്യൂ അങ്ങോട്ടാണോ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ, അതിന്റെ ഡയറക്ഷൻ പറയാം. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്താലും മതി. അതായത് ഇപ്പൊ പി ക്രോസ് ക്യൂ അല്ലേ നമുക്ക് വേണ്ടത്, ഇപ്പൊ പി ക്രോസ് ക്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്താ ചെയ്യണ്ടേ, ഈ ഫിംഗേഴ്സ് പിയിലേക്ക് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനല്ലേ കേൾ ചെയ്യുന്നത് ക്യൂ. ഇപ്പൊ റൈറ്റ് നൗ ഈ പിയും ക്യൂവും ഈ പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് പി, ദിസ് ഈസ് ക്യൂ. അപ്പൊ പി ക്രോസ് ക്യൂ കണ്ടോ, പി ക്രോസ് ക്യൂ. അപ്പൊ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് തമ്പ് വരുന്നത്. അപ്പൊ അതാണ് പുതിയ വെക്ടർ. ആ പുതിയ വെക്ടർ ഇവർ രണ്ടുപേരും കിടക്കുന്ന പ്ലെയിനിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൂടാ. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇവരിങ്ങനെ ഒരു പ്ലെയിനിൽ കിടക്കുവാണ്, ഇവരിങ്ങനെ ഒരു പ്ലെയിനിൽ കിടക്കുവാണ്. ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കും. ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. അപ്പൊ എനിക്ക് എ ക്രോസ് ബി എടുക്കണം. ദേ എ ക്രോസ് ബി ഇങ്ങനെയാണ് കേട്ടോ, എ ക്രോസ് ബി. അപ്പൊ ഉറപ്പായിട്ടും വെക്ടർ സി എനിക്ക് എങ്ങോട്ട് കിട്ടും, ഇത് ഇങ്ങോട്ട് കിട്ടും. കണ്ടോ, ഇതാണ് എ ക്രോസ് ബി. വെക്ടർ സി ഇങ്ങോട്ട് കിട്ടും. ദിസ് ഈസ് വെക്ടർ സി. കത്തിയോ? അപ്പൊ എനിക്ക് ഇവിടുന്ന് പറയാം എ ക്രോസ് ബി. ഞാൻ എയും ബിയോടെ ക്രോസ് ചെയ്യും. അപ്പൊ എ ക്രോസ് ബി എന്ന് പറയുന്നത് എനിക്ക് പുതിയൊരു വെക്ടർ സി കിട്ടും. അപ്പൊ ആ വെക്ടർ സി അല്ലെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ, എ ബി സൈൻ തീറ്റ ആണ്. എ ബി സൈൻ തീറ്റ ആണ്. അറ്റ് ദ സെയിം ടൈം ശ്രദ്ധിച്ചിരിക്കണം, അറ്റ് ദ സെയിം ടൈം ഞാന് ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് ബി. ഇവർ തമ്മിൽ മേക്ക് ചെയ്ത ആംഗിൾ ഇത് ബി ആണ്, ഇത് വെക്ടർ എ ആണ്. ഇവർ തമ്മിൽ മേക്ക് ചെയ്ത ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ബി ക്രോസ് എ എടുക്കുന്നതെന്ന് വിചാരിക്കുക. എ ക്രോസ് ബി എടുക്കുമ്പം എവിടെയാണോ എ അങ്ങോട്ട് നിങ്ങളുടെ ഈ ഫിംഗേഴ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്യും, എന്നിട്ട് ബിയിലേക്കാണ് ക്രോസ് എടുക്കുന്നതെങ്കിൽ അങ്ങോട്ട് കേൾ ചെയ്യും. അപ്പൊ തമ്പ് മുകളിലോട്ടാണ്. അപ്പൊ ആദ്യം എടുക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലേക്ക് വേണം ഈ ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കാൻ, എന്നിട്ട് രണ്ടാമത്തതിലോട്ട് കേൾ ചെയ്യും. ഇപ്പൊ ഞാൻ ബി ക്രോസ് എ ആണ് എടുക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെ എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ, ബി ക്രോസ് എ. കണ്ടോ, അപ്പൊ താഴോട്ടാണ്. മനസ്സിലായോ? അപ്പൊ അത് താഴോട്ടാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് താഴോട്ടാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് പുതിയ വെക്ടർ. ക്ലിയർ? അപ്പൊ ഇവിടെ എനിക്ക് കിട്ടുന്നത് പുതിയൊരു വെക്ടറാണ് സി. അപ്പൊ ആ സി എന്ന് പറയുന്നത് ബി ക്രോസ് എ ആണ് ഞാൻ എടുത്തത്. എന്താ, ബി ക്രോസ് എ, ബി ക്രോസ് എ. ക്ലിയർ? ബി ക്രോസ് എ. അപ്പൊ ഓർത്ത് വെക്കുക, ഇത് എ ക്രോസ് ബി, എ ബി സൈൻ തീറ്റ ആണെങ്കിൽ ബി ക്രോസ് എ എന്ന് പറയുന്നത് താഴോട്ടാണ് കിട്ടിയത്. അപ്പൊ അത് നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ബി എ സൈൻ തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ ആണെങ്കിൽ ബി ക്രോസ് എ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഉറപ്പായിട്ടും എന്ത് വരും, ഒരു നെഗറ്റീവ് കയറി വരും. ഒരു നെഗറ്റീവ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് കയറി വരും. അതായത് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. കാര്യം എ ക്രോസ് ബി സി ആണെങ്കിൽ ബി ക്രോസ് എ മൈനസ് സി ആണ്. ഇവിടെ ബി ക്രോസ് എ എന്താണ്, മൈനസ് സി ആണ്. ഓർത്ത് വെക്കുക, കാര്യം എ ക്രോസ് ബി മുകളിലോട്ടായിരുന്നു സി. അപ്പൊ ഇത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഉറപ്പായിട്ടും അതിന്റെ നെഗറ്റീവ് വെക്ടർ ആയിരിക്കണം. ഇനിയും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ ഈ രണ്ട് വെക്ടറുകൾ ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് ചുമ്മാ അസംഷൻ എടുത്തേ. ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് ഇത് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് ഇവൻ. അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇത് കിടക്കുന്ന ഒരു പ്ലെയിൻ ആണിത്. ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് കിടക്കുന്നതെന്ന് അസ്യൂം ചെയ്യുക. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ടാണ് ഇവൻ കിടക്കുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ക്ലിയർ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ക്രോസ് പ്രൊഡക്റ്റിന്റെ സ്പെഷ്യൽ കേസസ്, എ ക്രോസ് ബി തീറ്റ 0 ആയാൽ നമുക്കറിയാം എ ക്രോസ് ബി എ ബി സൈൻ തീറ്റ ആണ്, സൈൻ 0 ആണ്. അപ്പൊ പി ക്രോസ് ക്യൂ സൈൻ തീറ്റ ആണ്. അപ്പൊ സൈൻ 0 ആണ്. അതുകൊണ്ട് തന്നെ ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ, കെ ക്രോസ് കെ ഒക്കെ 0 ആയിരിക്കും. അതുപോലെ അവരുടെ നെഗറ്റീവ് എടുത്താൽ അത് 0 തന്നെ ആയിരിക്കും. പിന്നെ 180 ഡിഗ്രി വരുമ്പോൾ സൈൻ 180 0 ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. The angle between the vector a and b is theta. Then the value of product of a dot b cross a. ശ്രദ്ധിച്ചിരിക്കണം,
എ ഡോട്ട് ബി ക്രോസ്. ഇവിടെ ക്വസ്റ്റ്യനകത്ത് അവർ പറയുന്നുണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നത്, ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടർ എ ആൻഡ് ബി തീറ്റയാണ്. അപ്പൊ ഇത് എ ആണെന്ന് വിചാരിക്കും, ഇത് ബി ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ഇതാണല്ലോ അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ. ഇത് ബി, ഇത് എ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഇത് സപ്പോസ് ഇത് വെക്ടർ ബി എന്ന് ഒരാൾ എടുത്തെന്ന് വിചാരിക്കാം. വെക്ടർ ബി അല്ല, വേണ്ട, നമ്മളിപ്പോ ഇത്ര നേരം എഴുതിയ ഓർഡറിൽ തന്നെ പോകാം. ഇത് വെക്ടർ എ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ പോകാം. ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, അങ്ങനെയാണല്ലോ ഇപ്പൊ ഇത്ര നേരം എഴുതിയത്. ഓക്കെ, എ ഡോട്ട് ബി ക്രോസ് എ ചോദിച്ചത്. ബി ക്രോസ് എ ആരാ? ബി ക്രോസ് എ അത് ഒരു പുതിയ വെക്ടർ താഴോട്ടാണ് അല്ലേ, അത് താഴോട്ടാണ്. അപ്പൊ അത് താഴേക്കാണ്. യെസ്, അപ്പൊ ബി ക്രോസ് എ സി ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് ഇവിടെ ഒരു വെക്ടർ കിട്ടി, ബി ക്രോസ്. ഞാൻ പുതിയൊരു വെക്ടറായിട്ട് അങ്ങ് വിളിക്കുക, ബി ക്രോസ് എ സി എന്ന് വിളിച്ചു. ബി ക്രോസ് എനെ എനിക്ക് സി എന്ന് വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല. ബി ക്രോസ് എ സി ആയാൽ എ ക്രോസ് ബി മൈനസ് സി ആയാൽ മതി, തിരിച്ചു എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ മൈനസോ എന്തെങ്കിലും ആട്ടോ, വട്ടോവർ ഇറ്റ് ഈസ്, നമ്മൾ അത് ബാധിക്കുന്ന കാര്യമില്ല. ബി ക്രോസ് എ ഒരു കാര്യം എനിക്ക് പറയാം, കണ്ണും പൂട്ടി പറയാം, ബി ക്രോസ് എ എടുത്താലും എ ക്രോസ് ബി എടുത്താലും ഈ വെക്ടർ എയുമായിട്ടും ബിയുമായിട്ടും മേക്ക് ചെയ്യാൻ പോകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലെ. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രീസ് ആണ്. കാര്യം എന്താ, ഇവനും ഒരു പ്ലെയിനിലാണ് കിടക്കുന്നത്, ഒരു പ്ലെയിനിലാണ്. ഇപ്പം ഈ പ്ലെയിനിലാണ് എയും ബിയും, എന്റെ ഈ കൈ വരുന്ന പ്ലെയിനിലാണ് എയും ബിയും കിടക്കുന്നതെങ്കിൽ അവരുടെ ക്രോസ് പ്രൊഡക്റ്റ് ആയ കിട്ടുന്ന പുതിയ വെക്ടർ ഇങ്ങനെയോ അല്ലെങ്കിൽ മുകളിലോട്ടോ ആയിരിക്കും. അപ്പൊ ഒരു വെക്ടർ ഇങ്ങനെയാ കിടക്കുന്നത്. അപ്പൊ എന്താ, ഈ രണ്ട് വെക്ടറുമായിട്ട് ഇവ മേക്ക് ചെയ്യാൻ പോകുന്ന റിസൾട്ടന്റ് വെക്ടർ മേക്ക് ചെയ്യാൻ പോകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് ഇവരുടെ റിസൾട്ടന്റ് എയുമായിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഈ റിസൾട്ടന്റ് വെക്ടറിനെയാണ് ഞാനിപ്പോ സി എന്ന് വിളിച്ചത്. ബി ക്രോസ് എനെ ഞാൻ എന്താ വിളിച്ചത്? സി എന്ന് വിളിച്ചത്. സീനോ മൈനസ് സീനോ എന്ത് വേണമെങ്കിലും വിളിച്ചു. ഈ റിസൾട്ടന്റ് വെക്ടറും എയും തമ്മിലുള്ള ആംഗിൾ, അതായത് ബി ക്രോസ് എയും എയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് കിട്ടും? അപ്പൊ നമ്മൾ എ ഡോട്ട് ഇപ്പൊ സി ആണെന്ന് വിചാരിക്കുക. നമ്മൾ എടുത്തോണ്ടിരുന്നത് എ ഡോട്ട് ബി ക്രോസ് എ ആയിരുന്നു. ബി ക്രോസ് എനെയാണ് സി എന്ന് വിളിച്ചത്. വിച്ച് മീൻസ് ദാറ്റ് നമ്മളിപ്പോ എ ഡോട്ട് സി ആണ് എടുക്കുന്നത്. അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. എ ഡോട്ട് സി എന്ന് പറഞ്ഞാൽ എ സി കോസ് തീറ്റയാണ്. തീറ്റ എത്ര? 90 ആണ്. കോസ് 90 0 ആണ്. ക്ലിയർ? സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന ക്രോസ് പ്രൊഡക്റ്റ് ഫോർ സ്പെഷ്യൽ കേസസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ എന്താ 90 ഡിഗ്രി, 90 ഡിഗ്രി വന്നാൽ നമുക്കറിയാം 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ ആണ്. സൈൻ ആകുമ്പോൾ മാക്സിമം ആയിരിക്കും. അപ്പൊ പി ഡോട്ട് ക്യൂ എന്ന് പറഞ്ഞാൽ പി ക്യൂ കോസ് 91 ആണ്. അപ്പൊ പി ക്യൂ എന്ന് കിട്ടും. ഈ എൻ കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഇവരുടെ ഈ പിയും ക്യൂ കൂടെ ക്രോസ് എടുക്കുമ്പോൾ കിട്ടുന്ന പുതിയ വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിന്റെ ഡിറക്ഷൻ കാണിക്കുന്നതേ ഉള്ളൂ. അതേപോലെ ഐ ക്രോസ് ജെ അത് ഓർത്ത് വെച്ചോണം. യൂണിറ്റ് വെക്ടറുകൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. യൂണിറ്റ് വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പുതിയൊരു യൂണിറ്റ് വെക്ടർ ആണ് കിട്ടുന്നത്. കാര്യം എന്താ, ഐയും ജെയുടെ ക്രോസ് ചെയ്താൽ അവർക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് കെ ആണ്. ജെയും കെ കൂടെ ക്രോസ് ചെയ്താൽ അവർക്ക് മ്യൂച്വൽ പെർപെൻഡിക്കുലർ ഐ ആണ്. അപ്പൊ ഈ റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ കോമ്പണന്റ് ഫോമിലെ ഡോട്ട് പ്രൊഡക്റ്റ് വന്നാൽ നമുക്കറിയാം, രണ്ട് വെക്ടറുകൾ വന്നാൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ഐ ജെ കെ, സോറി ഡോട്ട് പ്രൊഡക്റ്റ് അല്ല, റിയലി സോറി, ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന ഐ ജെ കെ എന്ന് എഴുതുക. ഒന്നാമത്തെ വെക്ടറിന്റെ കമ്പണന്റ് എഴുതുക, രണ്ടാമത്തെ വെക്ടറിന്റെ കമ്പണന്റ് എഴുതുക, ഡിറ്റർമിനന്റ് ഫോർമാറ്റ് എഴുതുക. ഒരു എക്സാമ്പിളിന് ഇപ്പം വെക്ടർ എ ഞാനിപ്പോ രണ്ടെണ്ണം ഉള്ളതേ പറയുന്നുള്ളൂ. വെക്ടർ എ 2i + 3j, വെക്ടർ ബി 4i + 5j ആണെന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഐ ജെ അല്ലേ, ഐ ജെ. ഇനി കെ കൂടെ ഉള്ളതാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ ഇപ്പൊ ഒരു 2k, ഇവിടെ ഒരു 5k, ചുമ്മാ നമുക്കൊരു എക്സാമ്പിൾ. അപ്പൊ അങ്ങനെയാണ് ഐ ജെ കെ എന്ന് വരും. ആണോ? ഇനി ഫസ്റ്റ് വെക്ടറിന്റെ കമ്പണന്റ് 2 3 2. അപ്പൊ 2 3 2. അടുത്ത ആളുടെ വാല്യൂസ് 4 5 5 4 5 5. ഡിറ്റർമിനന്റ് എടുക്കുക. ഡിറ്റർമിനന്റ് എടുക്കാൻ അറിയില്ല. ഐ ഇൻറ്റു ക്രോസ് എടുത്ത് 3 × 5 15 മൈനസ് 2 × 5 10 മൈനസ് ജെ ഇൻറ്റു 2 × 5 10 മൈനസ് 2 × 4 8. അടുത്തത് പ്ലസ് കെ ഇൻറ്റു 2 × 5 10 മൈനസ് 3 × 4 12. അങ്ങനെ എടുത്താൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് വൈസിലാണ്, ഡിറ്റർമിനന്റ് മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. ഇഫ് ടു വെക്ടേഴ്സ് 2i + 3j - k and -4i - 6j - lambda k are parallel to each other, then value of lambda. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ ഈ വെക്ടറും ഈ വെക്ടറും പാരലൽ ആണെന്ന് പറയുന്നുണ്ട്.
രണ്ട് വെക്ടറുകൾ പാരലൽ ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. 0 ഡിഗ്രി ആണെങ്കിൽ തീറ്റ 0 എന്ന് കിട്ടി. അപ്പൊ ഇവരുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് ഡിറ്റർമിനന്റ് എടുത്ത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ്. ഇപ്പൊ ഒരു വെക്ടർ എ ശ്രദ്ധിച്ചിരിക്കണം, ഒരു വെക്ടർ എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ ഇസഡ് കെ ക്യാപ്പ്. അതേപോലെ മറ്റൊരു വെക്ടർ ബി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ബി വൈ ജെ ക്യാപ്പ് പ്ലസ് ബി സെറ്റ് കെ ക്യാപ്പ് ആണെങ്കിൽ ആകുകയും ഓൾസോ ഇഫ് ദേ ആർ പാരലൽ അങ്ങനെ പാരലൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, രണ്ടുപേരും പാരലൽ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ എ എക്സ് ബൈ ബി എക്സ് ഷുഡ് ബി ഈക്വൽ ടു എ വൈ ബൈ ബി വൈ ഈക്വൽ ടു എ സെഡ് ബൈ ബി സെഡ്. ഇതെപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ റിലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്രോബ്ലം ചോദിച്ചു കണ്ടിട്ടുണ്ട്, നീറ്റിനല്ല ജെയ് മെയിൻസിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഈ രണ്ട് വെക്ടറുകൾ പാരലൽ ആണെന്ന് പറഞ്ഞാൽ 2 divided by -4 which is equal to 3 divided by -6 which is equal to -k divided by -λ എന്നാണ് പറയുന്നത് അല്ലേ. 2 divided by -4. ആക്ച്വലി നെഗറ്റീവ് സിമ്പലുകളും നിങ്ങൾ നോക്കണ്ട, മൈനസും നോക്കണ്ട. ആക്ച്വലി മൈനസ് ആണോ പ്ലസ് ആണോ നോക്കണ്ട, വാല്യൂസ് മാത്രം എടുത്ത് വെച്ച് നോക്കിയാൽ മതി. 2 divided by കൺഫ്യൂഷൻ വരും, 2 divided by 4 which is equal to 3 divided by 6 which is equal to k അല്ല, ഇവിടെ 1 അല്ലേ, അതിന്റെ കമ്പോണന്റ് 1 അല്ലേ, 1 divided by λ ആയിരിക്കണം. 2 divided by 4 എത്ര, 1/2 ആ. 3 divided by 6 എത്ര, 1/2 ആ. അപ്പൊ 1/λ എത്ര, അപ്പൊ λ എത്ര വരണം, 2 വരണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ദെൻ വാല്യൂ ഓഫ് എ ക്രോസ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഡിറ്റർമിനന്റ് ഫോർമാറ്റ് എടുത്ത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളോട് ചോദിച്ചത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം എ ക്രോസ് ബി എടുക്കാം. എ ക്രോസ് ബി എങ്ങനെ എടുക്കാം, ഡിറ്റർമിനന്റ് അല്ലെ, ഡിറ്റർമിനന്റ് ഐ ജെ കെ, ഇതിന്റെ കോമ്പണൻസ് 3 1 2, അടുത്തത് 2 -2 4 ആണ്. ഇപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞേ I into 4 plus 4 അല്ലേ, I into 1 into 4 4 മൈനസ് ഇത് 2 into 2 -4, അപ്പൊ മൈനസ് ഓഫ് -4 plus 4 ആയി, മൈനസ് j into 3 into 4 3 12 മൈനസ് 2 into 2 4 ആണ്. അടുത്തത് പ്ലസ് k into 3 into 2 6 ആണ്, മൈനസ് 1 into 2 2 ആണ്. അപ്പൊ ഇത് എത്ര കിട്ടും, 8i മൈനസ് 8j മൈനസ് 8k എന്ന് കിട്ടും. അപ്പൊ എ ക്രോസ് ബി നമുക്ക് കിട്ടി അല്ലെ, എ ക്രോസ് ബി കിട്ടി. എത്രയാ, എ ക്രോസ് ബിയുടെ വെക്ടർ ഫോം നമുക്ക് കിട്ടി. കാരണം പുതിയൊരു വെക്ടർ ആയിരിക്കണമല്ലോ അത് എന്ന് പറയുന്നത് 8i മൈനസ് 8j മൈനസ് 8k. മൈനസിനൊന്നും മാറ്റമില്ലല്ലോ, 4 മൈനസ് അല്ലേ, മൈനസ്. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ്. എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ് ചോദിച്ചത്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 8 സ്ക്വയർ plus 8 square plus 8 square which means that 3 times 8 square ആണോ, which is equal to 8 root 3 അല്ലേ, 8 root 3 ഓപ്ഷൻ 2 എടുക്കാം. കറക്റ്റ് അല്ലേ, 8 square plus 8 square plus 8 square 8 root 3 എന്ന് കിട്ടും. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്രോസ് ബി ഈക്വൽ ടു റൂട്ട് 3 എ ഡോട്ട് ബി, ദെൻ ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി ആ ചോദിച്ചിരിക്കുന്നത്. എ ക്രോസ് ബി ഈക്വൽ ടു എ ക്രോസ് ബി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 3 ടൈംസ് എ ഡോട്ട് ബി എന്നാ പറഞ്ഞത്. റൂട്ട് 3 ടൈംസ് എ ഡോട്ട് ബി. വാട്ട് ഈസ് എ ക്രോസ് ബി, എ ബി
sin theta, which is equal to root 3 times. What is A dot B? AB cos theta. അപ്പോൾ ഇവിടുന്ന് എ ബി കട്ട് ചെയ്യാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ദാറ്റ് ഈസ് ടാൻ തീറ്റ. ഇപ്പൊ ടാൻ തീറ്റ കിട്ടി റൂട്ട് 3, വിച്ച് മീൻസ് ദാറ്റ് തീറ്റ 60 ഡിഗ്രി. തീറ്റ 60 ഡിഗ്രി കിട്ടും. നമ്മളോട് ചോദിച്ചത് എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാനാണ്. എ പ്ലസ് ബി രണ്ട് വെക്ടറുകൾ ആണ് എ ബി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ ചോദിച്ചാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta ആണ്. 2ab cos theta ആണ്. അതിലാർക്കും ഡൗട്ട് ഇല്ല. യെസ്. അപ്പൊ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. തീറ്റ എത്ര? 60 ഡിഗ്രി. അപ്പൊ ഇത് cos 60 വരും. cos 60 1/2 ആണ്. 2 വെട്ടിപ്പോവും. സോ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി എന്ന് കിട്ടും. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി, ഓപ്ഷൻ 4 എടുക്കും. കറക്റ്റ് ചെയ്യാവുന്നത്. യെസ്. വെക്ടറിന്റെ ഓൾമോസ്റ്റ് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റെയിൻമാൻ പ്രോബ്ലം, അതുപോലെ റിവർ ബോട്ട് പ്രോബ്ലം. പക്ഷെ റെയിൻമാൻ പ്രോബ്ലം, റിവർ ബോട്ട് പ്രോബ്ലം ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം നല്ല കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. കാര്യം അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് നീറ്റ് ലെവലിൽ എന്തായാലും ചോദിക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി അതിന്റെ റെയിൻമാൻ പ്രോബ്ലത്തിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതി തള്ളി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പോസ് അടിച്ച് അത് നിങ്ങൾ വായിച്ചൊക്കെ നോക്കാം. നമുക്ക് കണ്ടീഷൻസിലേക്ക് വരാം. റെയിൻ ഫോളിംഗ് വെർട്ടിക്കലി ആൻഡ് മാൻ വാക്കിംഗ് ഹൊറിസോണ്ടലി. അതായത് റെയിൻ ഫോളിംഗ് വെർട്ടിക്കലി. അപ്പൊ എനിക്ക് മനസ്സിലായി വെലോസിറ്റി ഓഫ് റെയിൻ വെർട്ടിക്കലി ഡൗൺ ആണ്, മാൻ ഇങ്ങനെ പോവാണ് അല്ലെ. റെയിൻ ഫോളിംഗ് വെർട്ടിക്കലി ആൻഡ് മാൻ വാക്കിംഗ് ഹൊറിസോണ്ടലി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെലോസിറ്റി ഓഫ് റെയിൻ ഡൗൺവേർഡും വെലോസിറ്റി ഓഫ് റെയിൻ ഡൗൺവേർഡും വെലോസിറ്റി ഓഫ് മാൻ ഹൊറിസോണ്ടലുമാണെങ്കിൽ ഓർത്തു വെക്കുക. അതൊരു കോമൺ സെൻസ് വെച്ച് ഓർത്തു വെക്കാം. ഇങ്ങനെയാണ് മഴ പെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഓടുകയാണെങ്കിൽ റെയിൻ നമ്മളുടെ അടുത്തോട്ട് ട്വിൽറ്റ് ചെയ്യും, റെയിൻ നമ്മളുടെ അടുത്തേക്ക് വരും. ദിസ് ഈസ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ആണ്. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഇവിടുന്ന് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യാൻ പറ്റും. ഇത് വെക്ടർ ഫോമിലും കണ്ടുപിടിക്കാനൊക്കെ പറ്റും. വെക്ടർ ഫോമിൽ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും വെലോസിറ്റി ഓഫ് റെയിനിനോട് മൈനസ് വെലോസിറ്റി ഓഫ് മാൻ ആഡ് ചെയ്യുന്നതാണ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് വെക്ടർ ഫോമിൽ പറയാൻ പറ്റും. ഇങ്ങനെ വെക്ടർ ഫോമിലും ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ വെലോസിറ്റി ഓഫ് റെയിൻ താഴെയാണ്. ഈ വി എമ്മിനെ തിരിച്ചെഴുതാൻ പറ്റും. വി ആറും ഇങ്ങോട്ട് വരയ്ക്കാം, തീറ്റ വരയ്ക്കുന്നു, ആംഗിൾ വരയ്ക്കുന്നു. അങ്ങനെയൊന്നും വേണമെന്നില്ല. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ഫിഗർ വെച്ച് കോമൺ സെൻസ് വെച്ച് ഇത് പറയാം. ഇങ്ങനെ എടുത്താൽ മതി. ക്ലിയർ? അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം. അതാ ഇവിടെ നോക്കിക്കുക, റെയിൻ ഫോളിംഗ് വെർട്ടിക്കലി ആൻഡ് മാൻ വാക്കിംഗ് ഹൊറിസോണ്ടലി. അപ്പൊ ഇവിടെ മാൻ ഹൊറിസോണ്ടലി ആണ് പോകുന്നത്. മാൻ ഹൊറിസോണ്ടലി ആണ് പോകുന്നത്. റെയിൻ വെർട്ടിക്കലി ഡൗൺ ആണ്. പക്ഷെ മാൻ മുമ്പോട്ട് പോകുമ്പോൾ മഴ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, നമ്മൾ മഴയത്ത് ഓടുമ്പോൾ റെയിൻ നമ്മളുടെ അടുത്തോട്ട് വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ റെയിൻ നമ്മളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ കുട ഇങ്ങനെ ചരിച്ചു പിടിക്കും. അതാണ് കുട ഇങ്ങനെ ചരിച്ചു പിടിക്കും. അപ്പം നമ്മൾ ഓടുന്ന ആള് കാണുന്നതാണ് ഈ സാധനം, വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. ബാക്കിയെല്ലാം വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് നടക്കുന്നതായിട്ട് കാണുന്നു, വെലോസിറ്റി ഓഫ് മാൻ. ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ നോക്കുക എന്നെ, അപ്പൊ നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്നല്ല, നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്നോണ്ട് എന്നെ നോക്കുമ്പോൾ ഞാൻ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നോക്കുമ്പം മഴ വെർട്ടിക്കലി താഴോട്ട് പെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഓടുന്ന ആള് ഞാനാണ്. അപ്പൊ ഞാൻ ഓടുമ്പോൾ എനിക്ക് മഴ ഇങ്ങനെ ചരിഞ്ഞ് പെയ്യുന്നതായിട്ട് കാണാം. ദിസ് ഈസ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ആണ്. ഈ മേക്ക് ചെയ്ത ആംഗിൾ തീറ്റയാണ്. ഇത്രയും പഠിച്ചാൽ മതി. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇത് ഇങ്ങനെ വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി. ഈസി ആയിട്ട് ചെയ്യും. ഈ വെക്ടർ ഫോമിലേക്ക് ഒന്നും പോകണമെന്നില്ല. ക്ലിയർ? യെസ്. അടുത്തത് എന്താ? റെയിൻ ഈസ് ഫോളിംഗ് ഇൻക്ലൈൻഡ് ആൻഡ് മാൻ ഈസ് വാക്കിംഗ് ഹൊറിസോണ്ടൽ. ആക്ച്വലി ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് എക്സാമിന് ചോദിക്കുന്ന കോൺസെപ്റ്റ് ആയി പറയുന്നത്. അതായത് ഇപ്പം ഇതാ നമ്മുടെ വെർട്ടിക്കൽ ഇതാണെന്ന് നമുക്ക് വെർട്ടിക്കൽ ഇതാണ് വെർട്ടിക്കൽ. റെയിൻ ഫോളിംഗ് ഇൻക്ലൈൻഡ് എന്നല്ലേ പറയുന്നത്. അപ്പൊ റെയിൻ ഇങ്ങനെ പെയ്തെന്ന് വിചാരിക്കും. ഇതാണ് വെലോസിറ്റി ഓഫ് റെയിൻ. ഇത് മഴ എന്റെ പുറകിൽ നിന്ന് വരുന്നതായിട്ട് വിചാരിക്കും. മഴ എന്റെ പുറകിൽ നിന്ന് വരുന്നതായിട്ട് വിചാരിക്കുക. അപ്പൊ മഴ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചരിച്ചാ പിടിച്ചേക്കും. മഴയല്ല, കുട ചരിച്ചാ പിടിച്ചേക്കും. മഴ ഇങ്ങനെയാ വരുന്നത് ഇമാജിൻ ചെയ്യും. ഇപ്പൊ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, ഇങ്ങനെ ചരിഞ്ഞ് പെയ്യുക. ഞാൻ നടക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തൊട്ട് മുമ്പത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. വെർട്ടിക്കലി ഒരു മഴ പെയ്തപ്പോൾ
മഴ വെർട്ടിക്കലി താഴോട്ട് പെയ്തപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് നടന്നത്, മഴ എൻ്റെ അടുത്തേക്ക് വന്നു. അതായത് ഒറിജിനലി മഴ എങ്ങനെയാണോ പെയ്യുന്നത് അവിടെ നിന്നും ഞാൻ നടക്കാൻ തുടങ്ങിയാൽ ഒറിജിനലി പെയ്യുന്നിടത്തു നിന്ന് എൻ്റെ അടുത്തേക്ക് വരും എന്നാണ് കോൺസെപ്റ്റ്. റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് ആണിത്. ഇതിനെപ്പറ്റി ഇൻഡെപ്ത് കാര്യം പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ എക്സാക്ട് റീസൺ ബൂസ്റ്റർ സീരീസിൽ റെയിൻമാൻ പ്രോബ്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. പക്ഷെ ഇതിപ്പോ നമ്മൾ അവസാന സമയം പ്രിപ്പറേഷൻ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് പറഞ്ഞു വിടുന്നത്. അപ്പൊ മനസ്സിലാക്കുക, മഴ വെർട്ടിക്കലി താഴോട്ട് പെയ്തു, നമ്മൾ അങ്ങോട്ട് നടന്നപ്പോൾ ഇത് നമ്മുടെ അടുത്തോട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്താൽ മഴ ദൂരോട്ട് പെയ്തു. വെർട്ടിക്കലി അല്ല, രണ്ടാമത്തെ കേസ് മുമ്പോട്ടാണ് പെയ്തത്. നമ്മൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇത് നമ്മുടെ അടുത്തേക്ക് വരും, ഉറപ്പായിട്ടും വരും. അപ്പൊ അവര് ചോദിക്കാൻ പോകുന്ന കണ്ടീഷൻ ഇങ്ങനെയാണ്: വെലോസിറ്റി ഓഫ് റെയിൻ ഇൻക്ലൈൻഡും വെലോസിറ്റി ഓഫ് മാൻ ഹൊറിസോണ്ടലുമായി, വെലോസിറ്റി ഓഫ് റെയിൻ ഇൻക്ലൈൻഡും വെലോസിറ്റി ഓഫ് മാൻ ഹൊറിസോണ്ടലുമായി അവർ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റിലേറ്റീവ് വെലോസിറ്റി വെർട്ടിക്കൽ ആവാനുള്ള കണ്ടീഷൻ, ദിസ് ഈസ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, തൊട്ടു മുമ്പ് പഠിച്ച കേസിലും, അതായത് തൊട്ടു മുമ്പ് ഞാൻ ഈ പറഞ്ഞ കേസ് എടുത്താലും, ഇത് വെലോസിറ്റി ഓഫ് റെയിൻ ഫ്രം ദ ഗ്രൗണ്ട് ആണ് നമ്മൾ കാണുന്നത്. ഇത് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ടിന്റെ കോൺസെപ്റ്റ് ആണ്. ഇത് വെലോസിറ്റി ഓഫ് മാൻ, ഇതും ഫ്രം ദ ഗ്രൗണ്ടിന്റെ കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇത് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ആ മാൻ ആണ്. ഓടുന്ന മനുഷ്യൻ കാണുന്ന വെലോസിറ്റി ആണിത്. ഇത് ഓടുന്നവൻ മാത്രമേ കാണത്തുള്ളൂ, മറ്റാരും കാണില്ല. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമ്മൾ എടുത്ത കോൺസെപ്റ്റ് എടുത്താൽ ഇത് വെലോസിറ്റി ഓഫ് മാൻ, ഇത് ഫ്രം ദ ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ ഓടുന്നത് കാണാനൊക്കെ പറ്റും. ഇത് വെലോസിറ്റി ഓഫ് റെയിൻ, ഒറിജിനലി മഴ ഇപ്പൊ ചരിഞ്ഞാ പെയ്യുന്ന, കാറ്റടിച്ചിട്ടോ എങ്ങനെങ്കിലും ഒക്കെ ആയിരിക്കും, ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, മഴ ചരിഞ്ഞാ പെയ്യുന്നത്. അത് ചരിഞ്ഞ് പെയ്യുന്നത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആർക്കും കാണാൻ പറ്റും. പക്ഷെ ഇത് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അപ്പിയേഴ്സ് ടു മാൻ. ഇത് അപ്പിയേഴ്സ് ടു മാൻ ആണ്, മാന് മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്, റെയിൻ അപ്പിയേഴ്സ് ടു ഫോൾ വെർട്ടിക്കൽ. ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, റെയിൻ അപ്പിയേഴ്സ് ടു ഫോൾ വെർട്ടിക്കൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, റെയിൻ അപ്പിയേഴ്സ് ടു ഫോൾ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ മഴ ഒറിജിനലി ചരിഞ്ഞാ പെയ്യുന്നത്. അപ്പിയേഴ്സ് ടു ഫോൾ വെർട്ടിക്കൽ ആർക്ക്? എനിക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നത് വെർട്ടിക്കൽ ആയിട്ട് പെയ്യുന്ന പോലെ തോന്നിയാൽ, വിച്ച് മീൻസ് ദാറ്റ് മഴ ഒറിജിനലി കുറച്ച് ചരിഞ്ഞാണ് പെയ്യുന്നത് എന്ന കോൺസെപ്റ്റ് കൂടിയാണ് അവരിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യം അറിയാമെങ്കിൽ അതിന്റെ ഫിഗറാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്, കേട്ടോ. ഇവിടെ ഒറിജിനലി വെലോസിറ്റി ഓഫ് റെയിൻ ചരിഞ്ഞ് പെയ്യുന്നു, അപ്പൊ വെലോസിറ്റി ഓഫ് മാൻ, അപ്പൊ VR വെർട്ടിക്കൽ ആയിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ ഒരു പിക്ചോറൽ റെപ്രസെന്റേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ പിക്ചോറൽ റെപ്രസെന്റേഷൻ ഒന്നും പഠിക്കണ്ട, ഒരു കുറച്ച് കോമൺ സെൻസ് കൊണ്ട് ഇങ്ങനെ ഓർത്താൽ മതി. മഴ ഇങ്ങനെ പെയ്യുന്നു, ഫസ്റ്റ് കേസ് മഴ ഇങ്ങനെയാണ് പെയ്തത്, ഫസ്റ്റ് കേസ് നമ്മൾ ഇങ്ങോട്ടോടി, ഇത് നമ്മളുടെ അടുത്തോട്ട് വന്നു, ഇതായിരുന്നു ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസിൽ നമ്മൾ പഠിച്ചത് മഴ ഇങ്ങനെ പെയ്യുന്നു, നമ്മൾ ഇങ്ങോട്ടോടി, മഴ നമ്മുടെ അടുത്തോട്ട് വന്നു. അപ്പോഴും ഇവിടെ ഇങ്ങനെയായിരുന്നു മഴ, ദിസ് ഈസ് VR ചരിഞ്ഞ, ഇവിടെ ദിസ് ഈസ് VR. ഇതാണ് രണ്ടാമത്തെ കേസ്, ദിസ് ഈസ് VR, ദിസ് ഈസ് VM. ഇവിടെ ദിസ് ഈസ് VR, ദിസ് ഈസ് VM. ഡിഫറൻസ് എന്താ? ഫസ്റ്റ് കേസിൽ VR വെർട്ടിക്കൽ, സെക്കൻഡ് കേസിൽ VR വെർട്ടിക്കൽ. What is VR? Velocity of rain with respect to ground. What is VRM? Velocity of rain with respect to man. അപ്പൊ അവിടെ അവർ പറയും, ഇവിടുത്തെ കേസിൽ റെയിൻ ഫോളിംഗ് വെർട്ടിക്കൽ, ഇവിടുത്തെ കേസിൽ റെയിൻ അപ്പിയേഴ്സ് ടു ഫോൾ വെർട്ടിക്കൽ. ഇവിടെ റെയിൻ ഫോളിംഗ് വെർട്ടിക്കൽ, ഇവിടെ റെയിൻ അപ്പിയേഴ്സ് ടു ഫോൾ. ആർക്ക്? ഓടുന്ന ആൾക്ക്. അത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റെയിൻ ഡ്രോപ്പ് ആർ ഫോളിംഗ് വിത്ത് എ വെലോസിറ്റി 2I - 4j മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് റെയിൻ തന്നിട്ടുണ്ട് 2I - 4j. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ റെയിൻ ചരിഞ്ഞാ പെയ്യും. റെയിൻ ഇങ്ങനെ ചരിഞ്ഞ് പെയ്താൽ മാത്രമേ ഇവിടോട്ടൊരു 2I ഇവിടേക്കൊരു -4j, താഴോട്ടുള്ളതാണ് -4j. അപ്പൊ ഇതാണ് വെലോസിറ്റി ഓഫ് റെയിൻ. ചരിഞ്ഞാണ് പെയ്യുന്നതെന്നാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പോട്ടെ. അപ്പൊ വെലോസിറ്റി ഓഫ് റെയിൻ 2I - 4j. ഇനി what should be the velocity of a man so that raindrop hit him with a speed 5 meter per second? Hit him with a speed 5 meter per second. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം പറയാം, മാൻ എന്തായാലും ഇങ്ങോട്ടേ നടക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് വെലോസിറ്റി ഓഫ് മാൻ.
അപ്പൊ നമുക്ക് അവൻ എന്തായാലും എക്സ് ഡയറക്ഷനിലെ പോകത്തുള്ളൂ. അപ്പൊ അവന്റെ വെലോസിറ്റി എ ഐ ക്യാപ്പ് എന്ന് കൊടുക്കാം. അപ്പൊ വെലോസിറ്റി ഓഫ് മാൻ ഞാൻ എന്ത് കൊടുത്തു? എ ഐ ക്യാപ്പ് എന്ന് കൊടുത്തു. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട അതാണ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. അത് അവർ തന്നിട്ടുണ്ട്. എത്രയാ? The raindrops hit him with a speed 5 meter per second. അതായത് അവൻ what should be the velocity of man? What should be the velocity of man? AI. എനിക്ക് അറിയില്ല. എന്തായാലും മനുഷ്യൻ ഹൊറിസോണ്ടലി അല്ലേ നടക്കത്തുള്ളൂ. അപ്പൊ അതാണ് ഹൊറിസോണ്ടലി ആയതുകൊണ്ടാണ് ഐ ക്യാപ്പ് മാത്രം വന്നത്. അപ്പൊ അവൻ ഹൊറിസോണ്ടലി എത്രയോ സ്പീഡിൽ നടന്നപ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടന്റ് 5 മീറ്റർ പെർ സെക്കൻഡിലാണ് അവന് ഹിറ്റ് കിട്ടിയത്. അതാണ് വി ആർ എം. ഈ വി ആർ എമ്മിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എത്ര തന്നിരിക്കുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ വി എം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ഇൻ വെക്ടർ ഫോം എഴുതിയാൽ എന്താ? വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് മാൻ ആണ് അല്ലേ? വെലോസിറ്റി ഓഫ് റെയിൻ എത്രയാണ്? വെലോസിറ്റി ഓഫ് റെയിൻ നമുക്ക് തന്നിട്ടുണ്ട് 2i മൈനസ് 4j മൈനസ് വെലോസിറ്റി ഓഫ് മാൻ എത്രയാണ്? ai ആണ്. ai. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഐ കമ്പോണന്റ് ഒന്നിച്ച് എഴുതാം. അപ്പൊ 2 മൈനസ് a ഇൻറ്റു I cap minus 4j cap, that is VRM, that is VRM. Clear? അപ്പൊ ഞാൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ പോകണം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ VRM 5 ആണ്, which is equal to അല്ലെ? VRM 5 ആണ്, which is equal to root of എന്ത് വരും? 2 minus a യുടെ സ്ക്വയർ പ്ലസ് 4 ന്റെ സ്ക്വയർ. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ ഈ റൂട്ട് പോകും. 5 എന്നുള്ളത് 25 ആവും. അപ്പൊ 25 ഈക്വൽ ടു എന്ത് വരും? 2 മൈനസ് എ ദി ഹോൾ സ്ക്വയർ പ്ലസ് 16 എന്ന് വരും. സോ ഇവിടെ നിന്ന് എനിക്ക് 2 മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 2 മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് വരും. 9 എന്ന് വരും. അപ്പൊ 2 മൈനസ് എ എത്ര വരും? പ്ലസ് ഓർ മൈനസ് 3 വരും. റൂട്ട് എടുക്കണം. പ്ലസ് ഓർ മൈനസ് 3 വരും. അപ്പൊ എ അപ്പുറത്ത് പോട്ടെ. അപ്പൊ എ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2 മൈനസ് 3 പ്ലസ് മൈനസ് 3 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആയി. അപ്പം 5 കിട്ടും. അതുപോലെ പ്ലസ് 3 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 3. അപ്പൊ 2 മൈനസ് 3 മൈനസ് 1 കിട്ടും. അപ്പൊ -1,5 മീറ്റർ പെർ സെക്കൻഡ്. ഒന്നെങ്കിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ഈ ഡയറക്ഷനിലോട്ട് പോകണം. അപ്പൊ -1 ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പം ഓപ്ഷൻസ് -1. എന്തായാലും മാൻ പോകുന്നത് ഹൊറിസോണ്ടലി അലോങ് ഐ ക്യാപ്പ് ആണ്. അപ്പൊ -1 ഐ ക്യാപ്പും ആകാം, അല്ലെങ്കിൽ 5 ഐ ക്യാപ്പും ആകാം. -1 ഐ ക്യാപ്പും ആകാം, 5 ഐ ക്യാപ്പും ആവാം. സോ ആൻസർ ഈസ് ബോത്ത് 1 and 2. ബോത്ത് 1 and 2. നല്ല ക്വസ്റ്റ്യൻ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ഈസ് വാക്കിംഗ് ഓൺ എ റോഡ് വിത്ത് എ വെലോസിറ്റി 3 km/h. ഓക്കെ, ഒരു മാൻ ഇങ്ങോട്ട് നടക്കുവാണ്. വെലോസിറ്റി ഓഫ് മാൻ 3 km/h. എന്താ പറഞ്ഞിരിക്കുന്നത്? When suddenly it starts raining, velocity of the rain is 10 km/h vertically. കണ്ടോ? 10 km/h. ഇങ്ങനെയാണ് വീണത്. വെലോസിറ്റി ഓഫ് റെയിൻ എന്ന് പറയുന്നത് 10 km/h ആണ്. അത് വെർട്ടിക്കലി ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ പഠിച്ച കോൺസെപ്റ്റ് പ്രകാരം ഇയാൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ റിലേറ്റീവ് ഇങ്ങോട്ട് വരും. ദിസ് ഈസ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. ചോദിച്ചത് എന്താണ്? ഡൗൺവേർഡ് ഡയറക്ഷൻ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. VRM കാണാനാണ് ചോദിച്ചത്. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായി VRM എന്ന് പറയുന്നത് വെക്ടർ ഫോമിൽ എഴുതിയാൽ VRM എന്ന് പറയുന്നത് VRന്റെയും വെക്ടർ ഫോം വേണ്ട, നമ്മളോട് മാഗ്നിറ്റ്യൂഡാ ചോദിച്ചത്. വെക്ടർ ഫോം എഴുതണ്ടല്ലോ, മാഗ്നിറ്റ്യൂഡ് അല്ലേ ചോദിച്ചത്. ഈ ഫിഗറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എഴുതാമല്ലോ. VRMന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്താ? VR സ്ക്വയർ പ്ലസ് VM സ്ക്വയർ ആണ്. VR എത്രയാണ്? 10. 10ന്റെ സ്ക്വയർ 100 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. അപ്പൊ റൂട്ട് 109 km/h. റൂട്ട് 109 km/h എന്ന് കിട്ടും. ഓപ്ഷൻ 3 വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ച് കാണാറ്. നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ബോട്ട് റിവർ പ്രോബ്ലത്തിൽ ഓരോ വെലോസിറ്റികളും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്ന, അതിൽ വരയ്ക്കാൻ പോകുന്ന ഓരോ വെലോസിറ്റികളും എന്താണെന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് പോസ് ചെയ്ത് ഇത് പ്രോപ്പർ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഇതൊന്ന് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ അത് ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇത്രേ ഉള്ളൂ. ഒരാൾ ബോട്ടിൽ പോകുന്നു. സിംപ്ലി
വെലോസിറ്റി ഓഫ് റിവർ വി ആർ ആണ്. അത് നമുക്കറിയാം, വെലോസിറ്റി ഓഫ് റിവർ വി ആർ ആണ്. അതുപോലെ ഇയാൾ ബോട്ടിൽ പോകുന്ന ഒരു പർട്ടിക്കുലർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മനസ്സിലാക്കുക, ഇത് എപ്പോഴും ഈ വെലോസിറ്റി, അതായത് നമ്മളോട് പറയാണ് ഒരു സ്വിമ്മർ സ്വിം ചെയ്യുന്നു, അല്ല ഹി വിഷസ് ടു സ്വിം അക്രോസ് എ റിവർ, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഒരു മാൻ പോകുന്നു, എ മാൻ വിഷസ് ടു ക്രോസ് അക്രോസ് എ റിവർ വിത്ത് എ വെലോസിറ്റി ഓഫ് ബോട്ട് 4 km/h എന്ന് പറഞ്ഞാൽ ഈ തരുന്ന ആള് വെലോസിറ്റി ഓഫ് ബോട്ട്, ആ തരുന്ന വാല്യൂ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ ആയിരിക്കും. അതേപോലെ ക്വസ്റ്റ്യനകത്ത് വെലോസിറ്റി ഓഫ് റിവർ നമുക്ക് തരും. അവരുടെ റിസൾട്ടന്റ് ആണ്, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ റിസൾട്ടന്റ് വാല്യൂ ആണ് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇയാളുടെ എഫിഷ്യൻസി, ഈ ബോട്ടിന് പോകാൻ പറ്റുന്ന ഒരു എഫിഷ്യൻസി, അല്ലെ ഒരു മാന് സ്വിം ചെയ്യാൻ പറ്റുന്ന അയാളുടെ എഫിഷ്യൻസി, അത് വെലോസിറ്റി ഓഫ് ബോട്ട് അല്ലെങ്കിൽ മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, അതാണ് വെലോസിറ്റി ഓഫ് റിവർ. അപ്പൊ നമ്മൾ ഗ്രൗണ്ട് വരുമ്പോൾ ഗ്രൗണ്ട് എഴുതാറില്ല, അതുകൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് ബോട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവറിന്റെയും വെലോസിറ്റി ഓഫ് റിവറിന്റെയും കൂടെ സമ്മേഷൻ ആയിരിക്കും. അപ്പൊ സിംപിളി ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, സിമ്പിൾ കോൺസെപ്റ്റിൽ പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ ഇത് റിവറാണ്, ഇത് റിവറാണ്. റിവർ ബോട്ട് പ്രോബ്ലം നമ്മുടെ റെയിൻമാൻ പ്രോബ്ലത്തിന്റെ കൂടെ ബൂസ്റ്റർ സീരീസ് ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണ്ടവർ ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. പക്ഷെ എന്റെ സജഷൻ, ഇനിയും നിങ്ങൾ ആ വീഡിയോ കാണണമെന്ന് നിർബന്ധമില്ല, മാക്സിമം ഇതിലൂടെ മനസ്സിലാക്കി എടുത്തു പോകണം, നമുക്ക് സമയം കുറവാണ്. വെലോസിറ്റി ഓഫ് റിവർ ഇങ്ങോട്ടാണെന്ന് പറയുന്നു, ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വെലോസിറ്റി ഓഫ് റിവർ റൈറ്റിലോട്ടാണെന്ന് പറയുന്നു. സിംപിളി ശ്രദ്ധിച്ചിരിക്കണം, വെലോസിറ്റി ഓഫ് റിവർ റൈറ്റിലോട്ടാണ്. എ മാൻ വിഷസ് ടു, അല്ലെങ്കിൽ എ ബോട്ട് വിഷസ് ടു ക്രോസ് അക്രോസ് ദ റിവർ എന്നും പറയുന്നു. അപ്പൊ നമുക്കറിയാം റിവർ വലത്തോട്ടും ഉണ്ട്, ഇയാൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനും ആഗ്രഹിക്കുന്നു, ഇയാൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. കാര്യം ഈ വെലോസിറ്റി റിവർ വെലോസിറ്റി പിടിച്ച് അവനെ വലത്തോട്ട് വലിക്കും, ഈ റിവർ വെലോസിറ്റി അവനെ വലത്തോട്ട് പിടിച്ച് വലിക്കും. ഇയാൾക്ക് ആഗ്രഹം ഇങ്ങോട്ട് പോകാനാണ്. അപ്പൊ ഇതാണ് വെലോസിറ്റി ഓഫ് ബോട്ട് എന്ന് വിചാരിക്കുക. ആക്ച്വലി മനസ്സിലാക്കേണ്ട കാര്യം, അതുപോലെ ഇവിടെ റിസൾട്ടന്റ് വെലോസിറ്റി ഇങ്ങോട്ടാണ്, ഇതും വെലോസിറ്റി ഓഫ് ബോട്ടാണ്. അപ്പൊ ഇതിൽ ആരാണ് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും തെറ്റിപ്പോരുത്, ഇതാണ് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ. ഈ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവറിന്റെയും വെലോസിറ്റി ഓഫ് റിവറിന്റെയും കൂടി റിസൾട്ടന്റ് ആണ് വെലോസിറ്റി ഓഫ് ബോട്ട്. അല്ലാതെ ഇങ്ങനെ കണ്ടുവരുമ്പോൾ ഇത് റിസൾട്ടന്റ് എന്ന് പറഞ്ഞ് ചിന്തിക്കരുത്. ആക്ച്വലി ദിസ് ഈസ് നോട്ട് റിസൾട്ടന്റ്, ദിസ് ഈസ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ആരാ, ബോട്ട് എവിടെ നിന്ന് നോക്കണം, വിത്ത് റെസ്പെക്ട് ടു റിവർ ആണ്. വെരി ഇമ്പോർട്ടന്റ്. എല്ലാവരും തെറ്റിക്കും ഈ സാധനങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ തന്നെ പിന്നെ നമ്മളോട് 2 ചോദ്യമേ ഉള്ളൂ എക്സാമിന് നിങ്ങളോട് 2 ചോദ്യമാണ് നീറ്റിന് ചോദിക്കുന്നത്, നമ്മളോട് ചോദിക്കുന്നത്. ഞാൻ അതൊക്കെ തിയറി ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്ന് പറയാം. നമ്മളോട് ചോദിക്കുന്നത്, ഇപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന രീതി ഞാൻ പറയാം. ഇത് റിവർ ആണ്, 2 കേസായിട്ട് പെട്ടെന്ന് പറയാം. ഇതും റിവർ ആണ്. നമ്മളുടെ എക്സാമിന് അവർക്ക് ചോദിക്കാം, മിനിമം ടൈം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഏറ്റവും മിനിമം എത്ര സമയം കൊണ്ട് ഒരാൾ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് എത്തി, ഇക്കരയിൽ നിന്ന് അക്കരെ എത്തി, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ചോദിക്കാൻ പോകുന്നതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഇങ്ങനെ 2 ചോദ്യമാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. ഓർത്തു വെക്കുക, മിനിമം ടൈം എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മളോട് എക്സാമിന് ചോദിക്കുന്നത് മിനിമം ടൈം കൊണ്ട് ഇദ്ദേഹം ഈ റിവറിനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് എത്തണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, ഉറപ്പായിട്ടും ഇവിടെ നിൽക്കുന്ന ആൾ നേരെ ഇങ്ങോട്ട് അങ്ങ് സ്വിം ചെയ്യും. ഓർത്താ മതി, അതാണ് കോൺസെപ്റ്റ്. മിനിമം സമയമാണെങ്കിൽ നേരെ എടുത്തങ്ങ് ചാടിയേക്കണം. അപ്പൊ ഉറപ്പായിട്ട് റിവർ അയാളെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കത്തില്ലെന്നൊന്നും പറയുന്നില്ല, ഉറപ്പായിട്ടും പിടിച്ചു വലിക്കും. അപ്പൊ ഇത് വെലോസിറ്റി ഓഫ് റിവർ, അയാളെ വലത്തോട്ട് പിടിച്ചു വലിച്ചു. ഇത് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ ആണ്. അപ്പൊ ഉറപ്പായിട്ട് അയാൾ ഇതിന്റെ റിസൾട്ടന്റ്, പാരലോഗ്രാം ലോ വെച്ച് റിസൾട്ടന്റ് അതിന്റെ ഡയഗണലിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഇതാണ് വെലോസിറ്റി ഓഫ് ബോട്ട്.
അതാണ് റിസൾട്ടന്റ് വെലോസിറ്റി. അതാണ് അവിടുത്തെ റിസൾട്ടന്റ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഓഫ് ബോട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ ആണ്. ഇതാണ് നമ്മുടെ മിനിമം ടൈമിന്റെ കോൺസെപ്റ്റ്. മിനിമം ടൈമിന്റെ കോൺസെപ്റ്റ്. ഇനി ആ ടൈം കണ്ടുപിടിക്കാൻ ചോദിക്കും. അതേപോലെ അവിടെ ഉണ്ടാവുന്ന ഡ്രിഫ്റ്റിനെ പറ്റി ചോദിക്കും. അപ്പൊ ഇവിടെ ടൈം കാണാൻ ചോദിച്ചാൽ ഇത് ഇവിടുത്തെ വിഡ്ത്ത്, ഈ റിവറിന്റെ വിഡ്ത്ത് നമുക്ക് സ്മോൾ ലെറ്റർ ഡി എന്ന് തന്നിട്ടുണ്ട്, വിഡ്ത്ത്. അപ്പൊ ഈ ഡി വിഡ്ത്ത് ക്രോസ് ചെയ്യാൻ എടുത്ത വെലോസിറ്റിയാണ് VBR. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ടൈം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പൊ അവിടുത്തെ ടൈം ഓഫ് ക്രോസിംഗ്, ടൈം ഓഫ് ക്രോസിംഗ്, ടൈം ഓഫ് ക്രോസിംഗ് ടി എന്ന് പറയുന്നത് ടൈം കാണാൻ വിഡ്ത്ത് ബൈ വെലോസിറ്റി. വിഡ്ത്ത് ഡി ആണ്, ബൈ വെലോസിറ്റി VBR ആണ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. വെലോസിറ്റി VBR ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്, ഇദ്ദേഹം ചാടിയത് എയിൽ നിന്നാണ്, ഇദ്ദേഹം എത്താൻ ആഗ്രഹിച്ച പോയിന്റ് ബി ആണ്, പക്ഷെ റിവർ പിടിച്ചിങ്ങോട്ട് വലിച്ചുകൊണ്ട് സിയിലാണ് എത്തിയത്. അപ്പൊ ഈ ബിയും സിയും തമ്മിൽ ഒരു വിഡ്ത്ത് കണ്ടോ? ഈ ബിയും സിയും തമ്മിൽ ഒരു വിഡ്ത്ത് കണ്ടോ? ഈ വിഡ്ത്തിനൊരു വിളിപ്പേരുണ്ട്. ദിസ് ഈസ് നോൺ ആസ് ഡ്രിഫ്റ്റ്. എന്താ ഡ്രിഫ്റ്റ്? ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡ്രിഫ്റ്റ് എന്ന് പറയും. ഡ്രിഫ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ഡി. ഇപ്പൊ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്പ്ലേസ്മെന്റ്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഹൊറിസോണ്ടലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈം എടുത്താൽ മതി. ഈ ഡയറക്ഷനിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റിന് കാരണക്കാരൻ വെലോസിറ്റി ഓഫ് റിവർ ആണ്. ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ക്രോസിംഗ് ആണ്. അപ്പൊ വെലോസിറ്റി ഓഫ് റിവറിനെ ടൈം ഓഫ് ക്രോസിംഗ് ആയ ഡി ഡിവൈഡഡ് ബൈ VBR കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡ്രിഫ്റ്റും കിട്ടും. ഇത്രേ ഉള്ളൂ മിനിമം ടൈമിൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്. ഇനി അത് തന്നെ ഷോർട്ടസ്റ്റ് പാത്തിലേക്ക് എത്തും. അതായത് ക്വസ്റ്റ്യൻ എന്താ? ഈ സ്വിമ്മർ ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ ട്രാവൽ ചെയ്തിരിക്കണം. അപ്പൊ നമുക്കറിയാം, ഇനി എവിടുത്തെ കൊലകൊമ്പൻ സ്വിമ്മർ വന്നാലും ഇയാള് റൈറ്റിലോട്ടാ സ്വിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് സ്വിം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോറി, അയാൾ റൈറ്റിലോട്ടല്ല, റിവർ റൈറ്റിലോട്ട് എന്തായാലും പിടിച്ച് വലിക്കും. അപ്പൊ ഇങ്ങനെ സ്വിം ചെയ്താൽ ചരിഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അയാൾക്ക് ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ പോകണം. അപ്പൊ ഒരിക്കലും ഇങ്ങനെ സ്വിം ചെയ്യത്തില്ല, ഇങ്ങോട്ട് സ്വിം ചെയ്യും. ക്ലിയർ? അങ്ങോട്ട് സ്വിം ചെയ്യും. അപ്പൊ റിവർ റൈറ്റിലോട്ട് പിടിച്ചു വലിക്കും. ഇഫക്റ്റീവ്ലി ഇദ്ദേഹം ഇതുവഴി പോകും, ഇതുവഴി പോകും. അപ്പൊ ഇവിടെ ഇതാണ് വെലോസിറ്റി ഓഫ് റിവർ. ഇവിടെ ഇത് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവറും, ഇത് റിസൾട്ടന്റ് വെലോസിറ്റി VB വാക്കും. ഇവിടെ ഇത് വെലോസിറ്റി ഓഫ് റിവർ തന്നെയാണ്. ഈ ഡയറക്ഷനിൽ ഇതും വെലോസിറ്റി ഓഫ് റിവർ ആണ്. ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഇവിടെ ഈ വിഡ്ത്ത് ആണ് ഡി. ഇവിടെ ഡി വിഡ്ത്ത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം ചോദിച്ചാൽ ഡി ഡിവൈഡഡ് ബൈ, അല്ലെ? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ഡി ആണ്, ബൈ വെലോസിറ്റി VB ആണ്. ആ VBക്ക് നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡി ഡിവൈഡഡ് ബൈ ഈ VBക്ക് വരെ എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ് ഈ VB എന്ന് പറഞ്ഞാൽ VBR സ്ക്വയർ മൈനസ് VR സ്ക്വയർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ടൈം കാണാൻ മറ്റൊരു ഇക്വേഷൻ ഡി ഡിവൈഡഡ് ബൈ, അല്ലെ, VBR സ്ക്വയർ മൈനസ് VR സ്ക്വയർ ആണ് VB. അന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഇത് VBR ഉം ഇത് തീറ്റയും ആണെങ്കിൽ ഇത് VBR കോസ് തീറ്റ ആയിരിക്കും. അപ്പം ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയും എഴുതാം. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് VBR കോസ് തീറ്റ എന്നും കൊടുക്കാം. പിന്നെ ഓർത്ത് വെക്കുക, ഷോർട്ടസ്റ്റ് പാത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഷോർട്ടസ്റ്റ് പാത്തിൽ ഡ്രിഫ്റ്റ് ഡി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇവിടെയൊക്കെ ഓർത്ത് വെക്കുക, നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റിൽ വെലോസിറ്റി ഓഫ് ബോട്ട് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സ്വിമ്മർ ഗ്രേറ്റർ ദാൻ വെലോസിറ്റി ഓഫ് റിവർ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. മെയിൻ ആയിട്ട് JEE മെയിൻസിന് അല്ലാതെയും ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കപ്പം കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ നോക്കുക, ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും ഉണ്ട്. ഓർത്ത് നോക്കുക, ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ അലോങ് ദ ഡയറക്ഷൻ ഓഫ് റിവർ ഫ്ലോ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിലോട്ട് പോകും. അപ്പൊ ഇത് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ ആണ്, അത് വെലോസിറ്റി ഓഫ് റിവർ ആണ്. അപ്പൊ നെറ്റ് വെലോസിറ്റി കണ്ടോ, റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ സം ആണ്, ഒരേ ഡയറക്ഷൻ. അപ്പൊ ഓപ്പോസിറ്റ് ആണെങ്കിൽ അപ് സ്ട്രീം ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായാലും റിവറിനേക്കാളും കൂടുതൽ വെലോസിറ്റി ഇവന് വേണം. അപ്പൊ അവരുടെ ഡിഫറൻസ് എടുക്കുക. VBR ന്ന് VR കുറയ്ക്കുക, VBR ഗ്രേറ്റർ ആയിരിക്കും. ദിസ് ഈസ് അപ് സ്ട്രീം. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എ റിവർ 2 kilometer wide is flowing at a rate
2 km/h. അതായത് 2 കിലോമീറ്റർ വിട്ടുള്ള ഒരു റിവർ, ഈ റിവറിന്റെ ഈ വിട്ട് 2 കിലോമീറ്റർ ആണ്. ഈ റിവർ റൈറ്റിലോട്ട് ഫ്ലോ ചെയ്യുന്നത്, വെലോസിറ്റി ഓഫ് റിവർ എത്രയാണ്? 2 km/h ആണ്. എ ബോട്ട്മാൻ ഹു കാൻ റോ എ ബോട്ട് അറ്റ് എ സ്പീഡ് 4 km/h. വെലോസിറ്റി ഓഫ് ബോട്ട് തന്നിട്ടുണ്ട് 4 km/h ആണ്. ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് വെച്ചാൽ ആ ബോട്ടിന്റെ കപ്പാസിറ്റി. അപ്പൊ ഓർത്ത് നോക്കുക, ഇതെന്ന് പറഞ്ഞ വെലോസിറ്റി ഓഫ് ബോട്ട് എന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കുക, അത് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ ആണ് ഈ തരുന്നത് 4. ഓക്കെ, goes a distance of 2 km upstream and then come back. Upstream and come back. Upstream എന്ന് പറയുമ്പോൾ റിവറിന്റെ ഓപ്പോസിറ്റ്, ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ റിവറിന്റെ ഒപ്പം. അതായത് റിവറിന് ഓപ്പോസിറ്റ് പോകണം, പിന്നെ തിരിച്ചും വരണം. എങ്ങനെ ആയിക്കോട്ടെ, അതായത് സ്പീഡിലായിരിക്കും. പോകുന്ന ഡിസ്റ്റൻസ് 2 km ആണ്. 2 km ആണ്. ഇതിപ്പോ ഞാൻ വരച്ചിരിക്കുന്ന ഡൗൺ സ്ട്രീം ആണ്. ആദ്യം അപ്സ്ട്രീം ആണ് നടക്കുന്നത്, ആദ്യം തിരിച്ചാ വരുന്നത്. ബോട്ട്, വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ 4. ഫസ്റ്റ് കേസിൽ ഇങ്ങോട്ട് വരും, പിന്നെ തിരിച്ചും പോകും എന്നാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെടുക്കുന്ന സമയം എത്ര? ഈ ടോട്ടൽ ജേർണിക്ക് എടുക്കുന്ന സമയം എത്ര? അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ. ഇപ്പം ഫസ്റ്റ് കേസിൽ അപ്സ്ട്രീം ആകുമ്പം ടൈം എന്ന് പറയുന്നത്, നമുക്ക് T1 എടുക്കാം. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ അവിടുത്തെ നെറ്റ് വെലോസിറ്റി ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ നെറ്റ് വെലോസിറ്റി. അപ്സ്ട്രീം ആകുമ്പോൾ ഓപ്പോസിറ്റ്, വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ മൈനസ് വെലോസിറ്റി ഓഫ് റിവർ എടുത്താൽ മതി. ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യേണ്ടത്. വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ 4 ആണ്. വെലോസിറ്റി ഓഫ് റിവർ 2 ആണ്. സോ ഇവിടെ 4 - 2 2 എന്ന് കിട്ടും. 2/2 1 അവർ എന്ന് കിട്ടും. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് എടുക്കും ഓപ്പോസിറ്റ് വരാൻ. അപ്പൊ അടുത്ത കേസിൽ സമയം കുറവായിരിക്കും. അടുത്തത് ഡൗൺ സ്ട്രീം. കാര്യം എന്താ? ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ റിവറിന്റെ കൂടെയാണ്. അപ്പൊ റിവറിന്റെ കൂടെ ആകുമ്പോൾ വെലോസിറ്റി, റിവർ വെലോസിറ്റിയും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഡിസ്റ്റൻസ് D ഡിവൈഡഡ് ബൈ നെറ്റ് വെലോസിറ്റി. നെറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ എടുത്താൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് 2 കിലോമീറ്റർ ആണ്. വെലോസിറ്റി ഓഫ് ബോട്ട് എത്രയാ? വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ 4, വെലോസിറ്റി ഓഫ് റിവർ 2 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 അവേഴ്സ് എന്ന് കിട്ടും. 1/3 അവർ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ 60 മിനിറ്റ്. അപ്പൊ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും അല്ലെ? 2 4 6 യെസ് 20 മിനിറ്റ്സ് എന്ന് കിട്ടും. 20 മിനിറ്റ് കൊണ്ട് തിരിച്ചെത്തും. അപ്പൊ ടോട്ടൽ ടൈം എത്രയാ? 60 20 80 80 മിനിറ്റ്സ്. ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. എ ബോട്ട് ടേക്സ് 2 hours ടു ഗോ. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, സെയിം കോൺസെപ്റ്റ് ആണ്. എ ബോട്ട് ടേക്ക് 2 hours ടു ഗോ 8 കിലോമീറ്റർ ആൻഡ് കം ബാക്ക് ഇൻ സ്റ്റിൽ വാട്ടർ ലേക്ക് എന്നാ പറയുന്നത്. അതായത് ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളത്തിൽ ഒരു ബോട്ടിന് പോയിട്ട് തിരിച്ചു വരാൻ. അതായത് 8 കിലോമീറ്റർ പോവുകയും വേണം, തിരിച്ചു വരണം അല്ലെ? എ ബോട്ട് ടേക്ക് 2 hours ടു ഗോ 8 കിലോമീറ്റർ ആൻഡ് കം ബാക്ക്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 16 കിലോമീറ്റർ ആണ്. കാര്യം ഒരു ഡയറക്ഷനിലോട്ട് 8, അടുത്ത ഒരു ഡയറക്ഷനിലോട്ട് 8, അപ്പൊ 16. അതിനെടുത്ത സമയം എത്രയാ? അതിനെടുത്ത ടൈം 2 hours ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോട്ടിന്റെ സ്പീഡ്, വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ എത്രയാ? ഡിസ്റ്റൻസ് 16 ആണ്, സമയം 2 ആണ്. അപ്പൊ 8 km/h എന്ന് സ്പീഡ് കിട്ടും അല്ലേ? യെസ്. ദ ടൈം ടേക്കൺ ഫോർ ഗോയിങ് 8 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് കം ബാക്ക് വിത്ത് വാട്ടർ വെലോസിറ്റി 4 km/h എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ 8 ആണെന്ന് കിട്ടി. വെലോസിറ്റി ഓഫ് റിവർ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 4 ആണ് അല്ലെ? അപ്പൊ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ഞാൻ ഒരു കേസിൽ ടൈം T1 എന്ന് എടുത്തു. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ. ഇത് ഡൗൺ സ്ട്രീം ആണ് അല്ലെ? എത്ര ഡിസ്റ്റൻസ് ആ പോകുന്നത്? 8 കിലോമീറ്റർ അല്ലെ? വൺ സൈഡ് 8 അല്ലേ? 8 ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ 8 ആണ്, പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ 4 ആണ്. അപ്പൊ 8 4 12 ആയി. 8/12. 8/12 കട്ട് ചെയ്യാലോ? എത്ര കിട്ടും? 2/3 അവർ എന്ന് കിട്ടും. 2/3 of hour എന്ന് കിട്ടും അല്ലെ? അടുത്തത് T2 കണ്ടുപിടിക്കും. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? അവറിനെ നമുക്ക് മിനിറ്റിലല്ലേ ഓപ്ഷൻസ്. അപ്പൊ നമുക്കിത്
മിനിറ്റിലോട്ടൂടെ കൺവേർട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 60. ഞാൻ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? കട്ട് ചെയ്താല് 2 അല്ലേ, 20 അല്ലേ, 40 മിനിറ്റ് എന്ന് കിട്ടും. യെസ്. അടുത്ത കേസിൽ T2 ഡിസ്റ്റൻസ് D ആണ്, ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ മൈനസ് വെലോസിറ്റി ഓഫ് റിവർ ആയി. കാര്യം എന്താ? ഇത് അപ്സ്ട്രീം, ഇത് ഡൗൺ സ്ട്രീം ആണ്, ഇത് അപ്സ്ട്രീം ആണ്. അപ്പൊ അത് 8 ഡിവൈഡഡ് ബൈ 8 മൈനസ് 4. 8 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. 8/4 2 ആണ്. 2 hours എന്ന് കിട്ടും. 2 hours എന്ന് പറഞ്ഞാൽ 120 മിനിറ്റ്സ്. 120 മിനിറ്റ്സ് എന്ന് കിട്ടും. അപ്പൊ 120 മിനിറ്റ് അപ്സ്ട്രീമിലും 40 മിനിറ്റ് ഡൗൺ സ്ട്രീമിലും. അപ്പൊ 120 40 160 എന്ന് കിട്ടും. 160 എന്ന് കിട്ടും അല്ലേ? യെസ്. ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വലിയ സീനില്ല. ക്രോസിംഗ് ദ റിവർ മിനിമം ടൈം. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ കോൺസെപ്റ്റ് ഒക്കെ. കണ്ടോ? അതിന്റെ തിയറി ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനിമം ടൈമിൽ പോകണമെങ്കിൽ നേരെ എടുത്ത് ചാടിക്കണം. അപ്പൊ റിവർ പിടിച്ച് വലത്തോട്ട് വലിക്കും, റിസൾട്ടന്റ് ഈ വഴി പോകും. മിനിമം ടൈം കാണാൻ ഡിസ്റ്റൻസിനെ ഈ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടൈം കാണാൻ ഡിസ്റ്റൻസിനെ VBR കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അവിടുത്തെ തീറ്റ കാണാനും റിസൾട്ടന്റ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എന്താ? റിവർ ഈസ് ഫ്ലോയിങ് അറ്റ് എ റേറ്റ് 6 km/h. റിവർ ഈസ് ഫ്ലോയിങ് അറ്റ് എ റേറ്റ് 6 km/h. ഇവിടുന്ന് റിവറിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, 6 ആണ്. റിവറിന്റെ വെലോസിറ്റി നമുക്ക് 6 എന്ന് തന്നിട്ടുണ്ട്. യെസ്. ഇനി നോക്ക്, എ സ്വിമ്മർ സ്വിംസ് അക്രോസ് ദ റിവർ വിത്ത് എ വെലോസിറ്റി 9 km/h വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ദ റിസൾട്ടന്റ് വെലോസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വിമ്മർ സ്വിംസ്, അതായത് ഇങ്ങോട്ടാണ് സ്വിമ്മർ അല്ലെങ്കിൽ ബോട്ട് പോകുന്നത്. വെലോസിറ്റി ഓഫ് സ്വിമ്മർ അത് 9 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് റിസൾട്ടന്റ് ഏതുവഴി പോകണം? പാരലോഗ്രാം പ്രകാരം റിസൾട്ടന്റ് ഡയഗണലി കൂടെ പോകണം. അപ്പൊ ഇത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ ആണ്. നമ്മളോട് ചോദിച്ചത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ കാണാൻ. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? വെലോസിറ്റി ഓഫ് സ്വിമ്മർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവറിന്റെ സ്ക്വയർ പ്ലസ് വെലോസിറ്റി ഓഫ് റിവറിന്റെ സ്ക്വയർ എന്ന് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ 9 ആണ്. 9 അല്ലേ സ്പീഡ്? അപ്പൊ 81 പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ 6 അല്ലേ, 36, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 1 7 8 3 11 117. ഓപ്ഷൻ 1 എടുക്കാം അല്ലേ? 117 ഓപ്ഷൻ 1 എടുക്കാം. ഡയറക്റ്റ് വാല്യൂസ് ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. റിവർ ഫ്ലോസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. അപ്പൊ ഡയറക്ഷൻ അറിയണം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. റിവർ ഫ്ലോസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, തിരിഞ്ഞു. റിവർ ഫ്ലോസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. വെലോസിറ്റി ഓഫ് റിവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റിവർ ഫ്ലോസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് വിത്ത് എ സ്പീഡ് 5 m/min. Okay. A man on the south bank of river capable of swimming at a rate of 10 m/min. പക്ഷെ ഓപ്ഷൻസ് ഒന്നും വാല്യൂ അല്ല, അതുകൊണ്ട് ഞാൻ വാല്യൂസ് എഴുതാത്തത്. ഇൻ സ്റ്റിൽ വാട്ടർ wants to swim across the river in shortest time, മിനിമം ടൈമിൽ. മിനിമം ടൈമിൽ സ്വിം ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഉറപ്പായിട്ട് ഇവന് ഇങ്ങോട്ടാ പോകേണ്ടത്, നേരെ ചാടണം. ഇത് സൗത്ത് ആണ്, ഇത് നോർത്ത് ആണ്. യെസ്. ഹി ഷുഡ് സ്വിം ഡ്യൂ നോർത്ത്. കണ്ടോ? ഡയറക്റ്റ് ഓപ്ഷൻ എടുക്കാനുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ക്രോസിംഗ് ദ റിവർ ഇൻ ഷോർട്ടസ്റ്റ് പാത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഷോർട്ടസ്റ്റ് പാത്തിലാണ് ക്രോസ് ചെയ്യേണ്ടതെങ്കിൽ ഒരു കാരണവശാലും നേരെ ക്രോസ് ചെയ്യത്തില്ല. ഷോർട്ടസ്റ്റ് പാത്ത് ആണെങ്കിൽ റിവറിന് എഗൻസ്റ്റ് ക്രോസ് ചെയ്യും. അപ്പൊ റിവർ പിടിച്ച് വലിച്ചിട്ട് അവൻ എഫക്റ്റീവ്ലി ഇതുവഴി പൊക്കോളും. അപ്പൊ ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഷോർട്ടസ്റ്റ് പാത്തിന്റെ റിസൾട്ടന്റ് കാണാൻ ടാൻ തീറ്റ, ഡിസ്റ്റൻസ് കാണാൻ ഈ റിലേഷൻസ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അല്ലെ? ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ആ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ആ കോൺസെപ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എ boatman can row a boat to make it move with a speed 10 km/h in still water. River flows steadily at a rate 5 km/h. Okay. And the width of the river is 2 km. If boatman cross the river along the minimum distance, കണ്ടോ? along the minimum distance കൂടെ പോകണമെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഫിഗർ ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ റിവർ എന്ന് അസ്യൂം ചെയ്യുക.
A boatman crosses a boat to make a move with a speed 10 km/h in still water. ക്വസ്റ്റ്യനകത്ത് എടുത്ത് പറയുന്നുണ്ട് മിനിമം ടൈമിൽ ക്രോസ് ചെയ്യണം. മിനിമം ടൈം, ഇവിടെ ആക്ച്വലി മിനിമം ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മിനിമം ടൈമിൽ ക്രോസ് ചെയ്യണമെങ്കിൽ അയാൾ ഇവിടുന്ന് നേരെ എടുത്ത് ചാടിയാൽ മതി. ഇതാണ് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ. നേരെ എടുത്ത് ചാടിയാൽ മതി. അപ്പൊ ഉറപ്പായിട്ടും ഈ റിവർ ഇവനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കും, വെലോസിറ്റി ഓഫ് റിവർ. അപ്പൊ റിസൾട്ടന്റ് ഇതാ ഇവിടുത്തെ വെലോസിറ്റി ഓഫ് ബോട്ട്. കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം. ഓക്കെ, എ ബോട്ട് മാൻ ക്യാൻ റോ എ ബോട്ട് ടു മേക്ക് മൂവ് വിത്ത് സ്പീഡ് 10 km/h. അപ്പൊ ഇത് നമുക്ക് തന്നിട്ടുണ്ട് 10 km/h ആണ്. ഇൻ സ്റ്റിൽ വാട്ടർ ദ റിവർ ഫ്ലോസ് സ്റ്റഡിലി അറ്റ് എ റേറ്റ്. റിവറിന്റെ സ്പീഡും തന്നിട്ടുണ്ട് എത്രയാണ്? 5 km/h ആണ്. ആൻഡ് വിഡ്ത്ത്, ഇതിന്റെ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 2 km ആണ്. ഓക്കെ, ഇഫ് ദ ബോട്ട് മാൻ ക്രോസ് ദ റിവർ along the minimum distance of approach. മിനിമം ഡിസ്റ്റൻസ്, ദെൻ ടൈം. മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്, മിനിമം ടൈം അല്ല ചോദിച്ചത്, മിനിമം ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തെറ്റിയില്ലേ? മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. മിനിമം ഡിസ്റ്റൻസ് വഴി ക്രോസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവന് ഇങ്ങോട്ടേ സ്വിം ചെയ്യാൻ പറ്റത്തുള്ളൂ. മിനിമം ടൈം അല്ലല്ലോ, മിനിമം ഡിസ്റ്റൻസ്. ഈ കീവേഡുകൾ പെട്ടെന്നൊന്ന് ശ്രദ്ധിച്ചോണം. മിനിമം ഡിസ്റ്റൻസ് ആണ്. അപ്പൊ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ വെലോസിറ്റി ഓഫ് റിവർ റൈറ്റിലോട്ട് അവനെ പിടിച്ചു വലിക്കും അല്ലേ? അപ്പൊ അവൻ ഇഫക്റ്റീവ്ലി ഇവിടെ എത്തിക്കും. ഇതാണ് വെലോസിറ്റി ഓഫ് ബോട്ട്. അപ്പൊ വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ എത്രയാണ്? 10 അല്ലേ? 10 ആണ്. വെലോസിറ്റി ഓഫ് റിവർ 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ കാണാമല്ലോ. വെലോസിറ്റി ഓഫ് ബോട്ട് എത്ര? വെലോസിറ്റി ഓഫ് ബോട്ട് റൂട്ട് ഓഫ് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവറിന്റെ സ്ക്വയർ മൈനസ് വെലോസിറ്റി ഓഫ് റിവറിന്റെ സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10ന്റെ സ്ക്വയർ 100 ആണ് മൈനസ് 5ന്റെ സ്ക്വയർ 25 ആണ്. അപ്പൊ അത് റൂട്ട് 75 എന്ന് കിട്ടും അല്ലേ? അപ്പൊ അത് എത്ര കിട്ടും? 5√3 എന്ന് കിട്ടും. 5√3 എന്ന് കിട്ടും. ഇത് ഈ വാല്യൂ ഉറപ്പല്ലേ? വെലോസിറ്റി ഓഫ് ബോട്ട് 5√3. മനസ്സിലായോ? തൊട്ട് മുമ്പ് നമ്മൾ മിനിമം ടൈം എന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ പറഞ്ഞതാണ്. മിനിമം ടൈമിൽ എത്തണമെങ്കിൽ നേരെ ചാടിക്കണം. പക്ഷെ മിനിമം ടൈം അല്ല, മിനിമം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആകുമ്പോൾ ഞാൻ മിനിമം എന്ന് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് തെറ്റിയത്. ഇങ്ങനെയാണ് വേണ്ടത്. ഈ ആംഗിള് ഈ ആംഗിള് തീറ്റയാണ്. അതിലാർക്കും ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കും. ഇനി ഇത് 10ഉം ഇത് 5ഉം ആണ് അല്ലെ? 100, 25, 75 എന്ന് കിട്ടും. 75 എന്ന് പറഞ്ഞാൽ 3 × 25. 3 × 25. 25ന്റെ റൂട്ടാണ് 5. 3 റൂട്ടിനകത്ത് കിടന്നോട്ടെ. 5√3 എന്ന് കിട്ടി. VB കിട്ടി. പക്ഷെ ചോദിച്ചത് എന്താ? ദ ടൈം elapsed rowing the boat. ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ വിഡ്ത്ത് തന്നിട്ടുണ്ട്. വിഡ്ത്ത് എത്രയാ? 2 km ആണ്. വിഡ്ത്ത് റിവറിന്റെ വിഡ്ത്ത് 2 km ആണ്. 2 km ആണ്. ആ ഡയറക്ഷനിലോട്ടുള്ള വെലോസിറ്റി ആണ് VB. അപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ക്രോസിംഗ്, ഡിസ്റ്റൻസ് ബൈ ആ ഡയറക്ഷനിലെ വെലോസിറ്റി ആണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? വെലോസിറ്റി ഓഫ് ബോട്ട് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 5√3. 5√3 അവർ. 2 ഡിവൈഡഡ് ബൈ 5√3 അവർ. 2 ഡിവൈഡഡ് ബൈ 5√3 അവർ. ഓപ്ഷൻ 2 വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ. ഇത് ക്ലിയർ ആണെന്ന് പക്കയായിട്ട് മനസ്സിലാണെന്ന് വിശ്വസിച്ചോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മാൻ വിഷസ് ടു സ്വിം അക്രോസ് ദ റിവർ 0.5 km വൈഡ്. ഒരു റിവർ ഉണ്ട്. ഇത് 0.5 km, 1/2 കിലോമീറ്റർ വിഡ്ത്ത് ഉണ്ട്. If he can swim at a rate 2 km/h in still water and the river flows at a rate, man's velocity of man with respect to river 2ഉം velocity of river 1ഉം തന്നിട്ടുണ്ട്. ഓർത്തോണം, ഇങ്ങനെ മാൻ സ്വിം ചെയ്യുന്ന കപ്പാസിറ്റി എന്ന് പറഞ്ഞു തന്നാൽ അത് വെലോസിറ്റി ഓഫ് മാൻ എന്ന് എടുക്കരുത്, വെലോസിറ്റി ഓഫ് സ്വിമ്മർ എന്ന് എടുക്കരുത്. അത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ ആണെന്ന് ഓർത്തോണം. വെലോസിറ്റി ഓഫ് റിവർ തന്നിട്ടുണ്ട് 1 km/h. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ with the river along which he should swim so to reach point exactly opposite.
എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്താണ്. അതായത് എയിൽ നിന്ന് സ്വിം ചെയ്യുന്ന ആള് ഫൈനലി ബിയിൽ എത്തണം, ഇവിടെ എത്തണം. അപ്പൊ ഉറപ്പായിട്ടും അവൻ ഇങ്ങോട്ട് സ്വിം ചെയ്യണം. ഇത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. അപ്പൊ ഉറപ്പായിട്ട് റിവർ അവനെ പിടിച്ച് റൈറ്റിലോട്ട് വലിക്കും. ഇത് വെലോസിറ്റി ഓഫ് റിവർ. അപ്പൊ ഈ ഡയറക്ഷനിലോട്ടാണ് അവൻ പോകുന്നത്. ഇത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ റിസൾട്ടന്റ് ആയിട്ട് മാറും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഷുഡ് ബി ആംഗിൾ അറ്റ് വിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് സോ ആസ് ടു റീച്ച് ദ പോയിന്റ് എക്സാക്ട്ലി വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോ ഓഫ് റിവർ. റിവറുമായിട്ട്, റിവർ ഫ്ലോയുമായിട്ട്. ഇതാണ് റിവർ ഫ്ലോ. റിവർ ഫ്ലോ ഇവിടെ ഉണ്ട്, ഉറപ്പായിട്ട് ഈ ഡയറക്ഷനിൽ ഇവിടെയും വരയ്ക്കാം. എനിക്ക് റിവർ ഫ്ലോ വരയ്ക്കാം. ഇത് 90 ഡിഗ്രിയാണ്. ഇങ്ങനെയാണ് ഈ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ റിവറുമായിട്ടുള്ള ആംഗിൾ കിട്ടും. വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ വെലോസിറ്റി ഇഫ് ഹി ക്യാൻ സ്വിം? അത് 2 തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് റിവർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 1 എന്ന് തന്നിട്ടുണ്ട്. അല്ലേ? അല്ലേ? യെസ്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ കാണാമല്ലോ. ഇവിടുന്ന് സൈൻ തീറ്റ എടുത്താൽ പോരെ. ആ ഫിഗറിൽ നിന്ന് സൈൻ തീറ്റ പറഞ്ഞു. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് വി ആർ ആണ്, ഹൈപ്പോട്ടന്യൂസ് വി എസ് ആർ ആണ്. വി ആർ എത്രയാ? 1 ആണ്. വി എസ് ആർ 2 ആണ്. അപ്പൊ സൈൻ തീറ്റ 1/2 എന്ന് കിട്ടണമെങ്കിൽ തീറ്റ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഈ തീറ്റ 30 ഡിഗ്രിയാണ്. തീറ്റ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. ഓൾറെഡി ഇത് 90 ഉണ്ട്. റിവറുമായിട്ട് ഇദ്ദേഹം മേക്ക് ചെയ്യുന്ന ടോട്ടൽ ആംഗിൾ ഇതാണ്. അപ്പൊ 90 + 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇനിയും സാധാരണ ഞാൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ചുമ്മാതെ കുട്ടികളോട് കുറച്ചു നേരം തമാശ പറയും, ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഉപദേശിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും രസകരമായിട്ട്, ഇച്ചിരൂടെ വൈബ് അടിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആണ്. കാര്യം ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള കുട്ടികൾ. ഇതിനേക്കാളൊക്കെ ഉപരി സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം പെരുമാറാൻ എന്നുള്ള ഒരു കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഫെബ്രുവരി 22, 23, 24 ആ സമയം, അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് ടൈമിലായിരിക്കും ഈ വീഡിയോസ് പലരും കാണാൻ നിൽക്കുന്നത്. ഇനി നമ്മുടെ നീറ്റിലേക്ക് എത്ര ദിവസമുണ്ട്? ഫെബ്രുവരി ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് വിചാരിച്ചു. മാർച്ച് ആൻഡ് ഏപ്രിൽ 2 മാസം. അപ്പൊ ഈ 2 മാസം എന്ന് പറയുന്നത് ആസ് എ എൻട്രൻസ് ഫാക്കൾട്ടി, അത് എസ്പെഷ്യലി ഒരു ഫിസിക്സ് അധ്യാപകനെ സംബന്ധിച്ച് ഇനിയുള്ള 2 മാസം വളരെ ക്രൂഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് അഗെയിൻ ഞാൻ നിങ്ങളോട് ഒരു സോറി ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, ചില കാരണങ്ങളാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. എഡ്യൂക്കേറ്റർ ലേണിങ്ങിന്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഇങ്ങനെ ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. പക്ഷെ ഇത് നമുക്കറിയില്ലല്ലോ, ചില സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ നടന്നു വരണം എന്നില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വന്നപ്പോൾ സംഭവിച്ചു പോയതാണ്. ഉറപ്പായിട്ട് നിങ്ങളുടെ ഒപ്പം നീറ്റ് എക്സാം കഴിയുന്നിടം വരെ നമ്മളുണ്ടാവും. മോഷൻ ഇൻ എ പ്ലെയിന്റെ ഫസ്റ്റ് പാർട്ട് പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ മോഷൻ ഇൻ എ പ്ലെയിന്റെ പാർട്ട് 2 പ്രൊജക്ടൈൽ മോഷനും സർക്കുലർ മോഷന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുക. പുതിയ ടോപ്പിക്കായിട്ട് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.